Hi, hello, good afternoon. Good afternoon, everyone. Hi. Good afternoon, sir. Yes, hi, good afternoon. Yes. എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ടല്ലോ നമുക്ക് എല്ലാവർക്കും. Can you just Afternoon, sir. Hi, sir, good afternoon. സുഖം. സുഖം. Okay, great. Super. എല്ലാവരും ജസ്റ്റ് നിങ്ങളെ പേരൊന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലാവരും. നമുക്കത് പരിചയപ്പെടാലോ. എൻ്റെ പേര് ദീപക് എന്നാണ്. I'll be taking the session for you. So let us all introduce ourselves. പരസ്പരം പരിചയപ്പെടാം. We are all trainers. So yes, അശ്വദീപ് പറഞ്ഞോ, സ്റ്റാർട്ട് ചെയ്തോ. ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ഹലോ. യെസ്, ഹലോ. എന്താ മിസ്സേ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എൻ്റെ പേര് ശാലിനി, ഫിനിഷിംഗ് സ്കൂളിൽ നിന്നാണ്, വൈറ്റില. ഓക്കെ മിസ്, വെൽക്കം ടു ദ സെഷൻ. താങ്ക് യു. നമുക്ക് 3 മിനിറ്റേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന് പേര് പറയാനോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ. പ്ലീസ് പ്ലീസ് കേട്ടോ. ഞാൻ മനോജ് പന്തളം. സന്തോഷം മനോജ്, എൻ്റെ മൈ ബ്രദർ ടു അനദർ മദർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. യെസ്. Sir, good afternoon. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. Ashwati from Tirur. മിസ് എവിടെ നിന്ന് ജോയിൻ ചെയ്തേ? തിരൂർ. Tirur, IHT. വെരി ഗുഡ്. വെൽക്കം ടു ദ സെഷൻ. Thank you, sir. ഷമീർജി is a very close associate of mine. Thank you so much for joining. Thank you, sir. പെട്ടെന്ന് കുറച്ച് പറയാമോ? യെസ് പറഞ്ഞോളൂ. ക്യാമറ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ് ജോർജ് സർ, ആസ് യൂഷ്വൽ ആസ് ഓൾവേസ് ടൈം. ഞാനും അങ്ങനെ എത്തി. സർ, വെൽക്കം ടു ദ സെഷൻ അഗെയിൻ. താങ്ക് യു. സാറിനോട് ഞാൻ പഠിക്കേണ്ട സമയമായിട്ടുണ്ട്, എങ്കിലും ഐ ഹോപ്പ് യു വിൽ. അതെ, ബിസിനസ് പഠിക്കാൻ സാറിന്റെ അടുത്ത് വരണ്ടേ? ഓക്കെ റൈറ്റ് സർ, താങ്ക് യു. ഓക്കെ, സോ നമുക്കിവിടെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. എൻ്റെ വയസ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അതേപോലെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന കുട്ടികളുണ്ട് ഇവിടെ. മേ ബി 2 years 3 years ടീച്ചിങ്ങിലായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും വളരെ സ്നേഹം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹിയർ. നമ്മൾ 2:45 വരെ സെഷൻ്റെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റത് കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യും. പിന്നെ വി ഡോണ്ട് entertain anyone to join, but we'll start on time. 2:35 we'll start. We have 1 more minute. നമ്മൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും കരിയേഴ്സ് ഇൻ കണക്ഷൻ എല്ലാ സെഷൻസും. വി സ്റ്റാർട്ട് ഓൺ ടൈം ആൻഡ് വി എൻഡ് ഓൺ ടൈം. ഇതാണ് നമ്മുടെ ലുക്ക് ഔട്ട്. അത് പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ദിസ് ടൈം വി റിയലി വോണ്ട് ടു മേക്ക് ദിസ് ഹാപ്പൻ. ഓക്കെ, സോ വിതൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ് മീ സ്റ്റാർട്ട് മൈ സെഷൻ ബിക്കോസ് ഇറ്റ്സ് 2:35. കൃത്യസമയത്ത് ജോയിൻ ചെയ്ത് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. കാരണം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാവ് ടീച്ചിങ് സ്കില്ലാണ്. അതായത് കുട്ടികളെ നമ്മൾ കേട്ടിട്ട് പറയുവാണ്, അശ്വതി മിസ്സിന്റെ ക്ലാസ് കേട്ടിട്ട് പറയാ വാവ്, മേരി ശാലിനി മിസ്സിന്റെ ക്ലാസ് കേട്ട് പറയാണ് വാവ്. ഈ വാവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി പോകണം. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി ഈസ് ബേസിക്കലി പഞ്ച്വാലിറ്റി. നമ്മൾ ഒരു സ്റ്റുഡൻസിലേക്ക് പാസ് ചെയ്യുന്നത് ലെസൺസ് മാത്രമല്ല, വി ആർ ഓൾസോ പാസിംഗ് വാല്യൂസ്. ആർ യു വിത്ത് മീ എവ്രി വൺ? നമ്മൾ 2:35 സ്റ്റാർട്ട് ചെയ്യുന്നത് 2:35 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ജോയിൻസ് ഓർ നോട്ട്. കാരണം ഇവിടെ ആദ്യം വന്ന ആൾക്കാണ് പ്രയോറിറ്റി. 2:30 ജോയിൻ ചെയ്ത ആൾക്കാണ് പ്രയോറിറ്റി. ഇവിടെ നമ്മുടെ ക്ലാസ്സിലും ഈ അങ്ങനെയായിരിക്കും കേട്ടോ. വി ഓൾവേസ് പ്രാക്ടീസ് ദീസ് സെഷൻസ്. ഓക്കെ, ഞാൻ ഇതൊക്കെ പറയാനുള്ള എൻ്റെ ഒതൻറ്റിസിറ്റി ഐ വിൽ കം ടു ഇറ്റ്. സോ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ സ്റ്റോപ്പ് ചെയ്യാം. യു ക്യാൻ ഓൾവേസ് ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിൽ ബ്രേക്കിൻ്റെ സമയം അങ്ങനെ ഒന്നുമില്ല. എനി ടൈം യു ക്യാൻ കം ഓൺ ടു സെഷൻ. ജസ്റ്റ് അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് സ്പീക്ക്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. So that has been purposefully given to you so that you can always stop me. അപ്പോൾ രണ്ടാമത്തെ ലെസൺ ആസ് എ ടീച്ചർ ഇസ് ദിസ്. നമ്മളെ പേസിനല്ല കുട്ടികൾ പഠിക്കേണ്ടത്, കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ടീച്ചർ ഏറ്റവും വലിയ കഴിവ്. കരിയേഴ്സ് ഇൻ കണക്സ് നമ്മുടെ സ്ഥാപനം, ഇപ്പോൾ ഇത് ഡെലിവറി ചെയ്യുന്ന സ്ഥാപനം കരിയേഴ്സ് ഇൻ കണക്സ് ആണ്. 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷനാണ്. ബിഫോർ ദാറ്റ് ഐ വാസ് വർക്കിംഗ് വിത്ത് വൺ ഓഫ് ദ ബിഗസ്റ്റ് എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക്. അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് മുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന 1-2 പോളിസികൾ ഒന്ന് ഇതാണ്. നമ്മൾ ഏത് ട്രെയിനിങ് എടുക്കുമ്പോൾ വി ടേക്ക് റിവേഴ്സ് കെട്ടി എന്ന് പറഞ്ഞാൽ റിവേഴ്സ് നോളജ് ട്രാൻസ്ഫർ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത നോളജ് തിരിച്ച് നിങ്ങൾ കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് കേട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളെ പേര് എൻ്റെ രജിസ്റ്റർ ആയി, ബാക്കി പറയാത്ത ആൾക്കാരുടെ പേര് എനിക്ക് രജിസ്റ്റർ ആയിട്ടില്ല. ബട്ട് അഗെയിൻ വെൽക്കം എവ്രി വൺ. പ്ലീസ് ഡു സ്റ്റോപ്പ് മീ എനി ടൈം. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എവിടെ എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കാൻ മടിക്കേണ്ട. ബിക്കോസ് ദിസ് സെഷൻ ഇസ് ഫോർ യു. ഇവിടെ നിങ്ങളാണ് VIP, ഞാനല്ല. ഐ വിത്ത് മീ?
ഐ വിത്ത് മീ? ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും മനസ്സിലായിട്ടില്ല അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. ഓക്കെ, ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ്. പക്ഷെ ഒറ്റ റിക്വസ്റ്റ് ടു യു, ടു മൈ ഡിയർ ഫ്രണ്ട്സ് ഓവർ ഹിയർ, കൈൻഡ്ലി സ്വിച്ച് ഓൺ യുവർ ക്യാമറ ആൻഡ് പ്ലീസ് ബി അവൈലബിൾ. ടേക്ക് എ പെൻ, ടേക്ക് എ ബുക്ക്. ബിക്കോസ് ഞാനിത് എൻ്റെ 19 വർഷത്തെ എഡ്യൂക്കേഷൻ കരിയറിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, ഞാൻ എൻ്റെ പ്രൊഫഷണലിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഐ ലെഡ് എ ടീം ഓഫ് അറൌണ്ട് 1700+ ടീച്ചേഴ്സ്. 1700 ടീച്ചറുണ്ട് എൻ്റെ ടീമിൽ. അവിടെ ഞാൻ എന്താണോ എൻ്റെ ടീച്ചേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ സെയിം കാര്യങ്ങളാണ്, പ്ലസ് എൻ്റെ 3 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ക്യാൻ യു ഗിവ് മി തംസ് അപ്പ്? ഇവിടെ റിയാക്ഷൻ ബട്ടണിൽ തംസ് അപ്പ് ഉണ്ട്. നമ്മൾ ലെറ്റ് us give some energy to this class. നിങ്ങളുടെ എനർജിയാണ് എൻ്റെ എനർജി. ഓക്കെ, സോ കീപ് ഓൺ ഗിവിംഗ് മീ എനർജി. യാ, ഗുഡ്, സൂപ്പർ, ഓസം. നിങ്ങൾക്ക് നല്ല പോയിന്റ് കിട്ടിയാൽ യു ക്യാൻ റിയാക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലവ് ബട്ടൺ ഉണ്ട്. I'm always open for your love. So give me love, give me thumbs up, give me energy, give me cheers, give me claps. Ultimately ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിനോട് എൻഗേജ് ആയി നിൽക്കും. എനിക്ക് എനർജി കിട്ടുന്നതിൽ ഉപരി യു വിൽ ഓൾസോ ബി എൻഗേജ്ഡ് ഇൻ ഹിയർ. ആർ യു വിത്ത് മീ എവ്രി വൺ? യെസ്. ഓക്കെ, ചാറ്റിൽ യെസ് ഇട്ടാൽ മതി കേട്ടോ. കീപ് ദ ചൈറ്റ് ലൈവ്. നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന പോലെ. അപ്പം ഞാൻ ഓക്കെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാണ് നിങ്ങൾ ചാറ്റിൽ യെസ് ഇട്ടോ. ചാറ്റ് നിറയട്ടെ. ഓക്കെ, ഇറ്റ് ഷോസ് യുവർ കമ്മിറ്റ്മെന്റ് ടു ദിസ് സെഷൻ കേട്ടോ. Okay, why are we taking this session? Please remember, I 100% believe this. In a gentle manner, we can all shake the world around. നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറ്റാൻ കഴിവുള്ള ആൾക്കാർ നമ്മളിവിടെ ഇരിക്കുന്നത്. പലപ്പോഴും ഇത് മനസ്സിലാക്കാറില്ല. ഞാനിതൊരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. 2003 when I was a teacher in a computer center in കോഴിക്കോട്, നടക്കാവിലുള്ള കോഴിക്കോടുള്ള ഒരു മാഷായിരുന്ന സമയത്ത് I never understood what my role was. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. റോൾ മനസ്സിലാക്കിയ ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും സ്വാഗതം. This session is for everyone. Okay, if you are a teacher, this session is for you. If you are not a teacher, this session is not for you. ഇത് ടീച്ചർ അല്ല, ഒരു കമ്പ്യൂട്ടർ സെന്റർ നടത്തുന്ന ആളല്ല എങ്കിൽ ഈ സെഷൻ നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, ഓക്കെ, സോ പ്ലീസ് ബിലീവ് ഇൻ ദിസ്. ഐ ഹാവ് ഓൾവേസ് റിമെമ്പേർഡ് ദിസ്. അതിൻ്റെ ഒരു ഇമ്പാക്ട് ഞാൻ പറയാം. ദ മൊമെന്റ് ഞാൻ ആ സ്ഥാപനത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഐ ഹാഡ് പ്ലേസ് അറൌണ്ട് 1.6 lakh സ്റ്റുഡൻസ്. 1,60,000 കുട്ടികളെ ജോലി കൊടുത്ത് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കൃതാർത്ഥമായ മൊമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ദാറ്റ്. മറ്റൊന്നുമല്ല, ഒരു ടീച്ചറായിട്ട്, ഒരു മാഷായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പുറത്തിറങ്ങുന്ന സമയത്ത് ഞാനും എൻ്റെ ടീമിൻ്റെയും കൂടി അധ്വാനത്തിൻ്റെ ഫലമായിട്ട് വി പ്ലേസ് അറൌണ്ട് 1.6 lakh സ്റ്റുഡൻസ്. ഒരു മനുഷ്യായുസിന് കൊടുക്കാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി ജോലി കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. എങ്കിലും അതിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ ലക്ഷ്യം 1 CR ജോലി, 1 കോടി ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലേക്ക് ഇപ്പം എൻ്റെ ലൈഫ് മാറ്റിയിട്ടുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്, ഈ സെഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ച് നമ്മൾ ടീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളത്, നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വി ഓൾ ഹാവ് ദിസ് ബാരിയർ ഇൻ ഫ്രണ്ട് ഓഫ് us. അതുകൊണ്ട് ഈ പറയുന്ന ഒരു 40 minutes നിങ്ങൾക്ക് എന്തറിയാമോ അതൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ആൻഡ് ലിസൺ ടു ദിസ് അൺകണ്ടീഷണലി. നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അൺകണ്ടീഷണലി കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ക്യാൻ ഐ റിക്വസ്റ്റ് യു ദാറ്റ്? എല്ലാവരോടും ഡു ഐ ഹാവ് ദാറ്റ് പെർമിഷൻ? ചിലപ്പോൾ നിങ്ങളെ അറിവുകളെ കട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങളെ എക്സ്പീരിയൻസിനെ കട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഈ ഒരു അടുത്തൊരു 40 നിമിഷം നിങ്ങൾ അതിലേക്കൊന്ന് മനസ്സ് തുറന്നു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പം മെനി തിങ്സ് ക്യാൻ ഹാപ്പൻ. സോ ദിസ് സെഷൻ ഇസ് ബേസിക്കലി അബൌട്ട് ഇൻട്രൊഡ്യൂസിങ് യു ടു യുവർ പ്രൊഫഷൻ. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടീച്ചർ ആവാൻ വേണ്ടി പഠിച്ച എത്ര പേരോട് ഇരിക്കുന്നുണ്ട്? സാധാരണഗതിയിൽ ടീച്ചർ ആണെങ്കിൽ നമ്മൾ TET ചെയ്യും, KTET ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ BEd ചെയ്യും, MEd ചെയ്യും. ഇങ്ങനെ ഒഫീഷ്യലി പ്രൊഫഷണലി പഠിച്ച എത്ര പേര് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്? Can I see your hands please? Raised hands. റേസ് ഹാൻഡ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നോക്കി എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഐ എം ഷുവർ നോട്ട് മെനി. ഇപ്പോൾ ഈ ടോട്ടൽ സെഷൻ്റെ അകത്ത് ഒരാൾ പോലും കൈപൊന്തിച്ചിട്ടില്ല. വിച്ച് മീൻസ് ഓക്കെ, വൈഗ മിസ് കൈപൊന്തിച്ചിട്ടുണ്ട്. സോ ഹാപ്പി ടു സീ യു ഹിയർ മാം. കാരണം ഒഫീഷ്യലി പ്രൊഫഷണലി പഠിക്കുന്നതിന് ഒരു ഗുരുത്വമുണ്ട്. ഇറ്റ് ഇസ് ദേർ. ദാറ്റ് ക്വാളിഫിക്കേഷൻ ഓൾവേസ് കൗണ്ട്സ്. പക്ഷെ അതല്ലാതെ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഈ ഫീൽഡിൽ എത്തിപ്പെട്ട ആൾക്കാരാണ്. സോ ദിസ് ഇസ് ബേസിക്കലി ടു ഫോർമലി ഇൻഡക്ട് യു ടു ദിസ് പ്രൊഫഷൻ. ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിൽ ടീച്ചർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും, 2 അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ എങ്ങനെ പോകാം എന്നുള്ളതാണ് ഈ സെഷനിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ സെന്ററിനെ കുറിച്ച് ഒന്നും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമ്മൾ ഒബ്ജക്റ്റീവ് അതല്ല. ഓക്കെ, നിങ്ങൾ നന്നായ ഓട്ടോമാറ്റിക് സെന്റർ നന്നായിക്കോളും. ഡു യു അഗ്രി വിത്ത് മീ? യെസ്, വെരി സിമ്പിൾ. നമ്മൾ തിരിച്ചാണ് ചിന്തിക്കാറുള്ളത്, സെന്റർ നന്നായി ഞാൻ നന്നാവും എന്നുള്ളതാണ്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദി ട്രൂത്ത്. ഈ ലൈഫിൽ അങ്ങനത്തെ സംഭവമല്ല. ദ വേൾഡ് ഇസ് ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഓഫ് യു. ഓക്കെ, ഇനി ഇന്നത്തെ സെഷന്റെ ബേസിക് ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആണ്. ടു ഹെൽപ്പ് യു ബിക്കം യുവർ ബെസ്റ്റ്. നിങ്ങളുടെ ബെസ്റ്റ് എന്താണ്, അതിൽ നിങ്ങളെ എത്തിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത്. ഇന്ന് മറ്റൊരു അജണ്ടയും ഇല്ല. നിങ്ങളെ ബെസ്റ്റ് എന്താണോ ആ നിങ്ങളെ ബെസ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ക്ലിയർ ആണോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും?
Are you with me? Yes, sir. Great. എന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു, എൻ്റെ സ്ക്രീന് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഒന്ന് തംസ് അപ്പ് ഇടാമോ? യെസ് ഇട്ടാൽ മതി ചാറ്റിൽ. ഓക്കെ, ഗുഡ് 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 ഗുഡ്, സൂപ്പർ, ഓസം. മാഡം ഒരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാമേ. കുറേ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. 2:45 വരെ എൻട്രി കൊടുക്കും, അതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ആർ യു കോച്ചബിൾ? നിങ്ങൾ കോച്ചബിൾ ആണോ, അല്ലെങ്കിൽ ആർ യു റിജിഡ്? ആർ യു കോച്ചബിൾ? കോച്ചബിൾ ആണെങ്കിൽ പ്ലീസ് ടൈപ്പ് സി ഇൻ ദ ചാറ്റ്. നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യുവാണ് സി, നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യണം സി, അല്ലെങ്കിൽ കോച്ചബിളിന് ടൈപ്പ് ചെയ്യണം. ഇറ്റ് ഈസ് ബേസിക്കലി ടു ഓപ്പൺ അപ്പ് യുവർ മൈൻഡ്. ഓക്കെ, ഗുഡ് ഗുഡ്, താങ്ക് യു. എലിവേറ്റ് എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു നേഹ മാം, താങ്ക് യു മനോജ് സർ. യാ, താങ്ക് യു എവ്രി വൺ. യെസ് യെസ്, ഗുഡ്, സൂപ്പർ സൂപ്പർ. കീപ് ടൈപ്പിംഗ് ഇൻ സി, ബിക്കോസ് ദ മൊമെന്റ് വി ടൈപ്പ് സി നമ്മുടെ മൈൻഡ് ഓപ്പൺ ആവും. നിങ്ങൾ എനിക്ക് പെർമിഷൻ തരുവാണ്, സോ ദാറ്റ് നോ മൈ വേർഡ്സ് ഹിറ്റ് ഡയറക്ട്ലി ടു യുവർ മൈൻഡ്. നിങ്ങൾ മനസ്സിന് പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും അലവ് ചെയ്യില്ല. അതുകൊണ്ടാണ് കോച്ചബിൾ ആണെന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികളോടും ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇതാണ്. ഞാനൊരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാധാരണ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തതാണ്. 2002 ഞാൻ ജോയിൻ ചെയ്തത്. കോഴിക്കോട് നടക്കാവുള്ള ഒരു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാധാരണ പ്രൊജക്ടിൻ്റെ ട്രെയിനറായിട്ട് ജോയിൻ ചെയ്തതാണ്. അവിടുന്ന് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു US ബേസ് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. അതിനുശേഷം ഞാൻ ഒരു ഓർഗനൈസേഷനിലെ ട്രെയിനിങ് ഹെഡായി, അതിൻ്റെ ഹെഡ് മാസ്റ്റർ ട്രെയിനറായി, അതിൻ്റെ HOD ആയി, അതിൻ്റെ വൈസ് പ്രസിഡൻ്റായി. പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഡയറക്ടറായിരുന്നു. 14 വർഷത്തിൻ്റെ സേവനത്തിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഞാൻ 14 years. അറൗണ്ട് ഒരു 13 രാജ്യങ്ങളിൽ 300ഓളം ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ആസ് എ ടീം. ഇപ്പൊ ചോദിക്കുവാണെങ്കിൽ, ഇഫ് യു ആസ്ക് മീ വാട്ട് ഹെൽപ്പ് മീ ടു റീച്ച് ദാറ്റ് ഹൈറ്റ്, ഇസ് ബേസിക്കലി വെരി വൺ തിങ്: ഐ വാസ് ഓൾവേസ് കോച്ചബിൾ. എന്നേക്കാൾ അറിവുള്ള ഒരാൾ, എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ആരാണോ, അവരുടെ കാല് തൊട്ട് നിറകൾ വെക്കാനുള്ള ഹ്യൂമിനിറ്റി ഐ ഓൾവേസ് ഹാഡ്, ഐ ഓൾവേസ് ഹാവ്. ഓക്കെ, ഞാൻ വളരെ ചുരുക്കം ആൾക്കാരാണ് കാല് തൊട്ട് നിറൽ വെക്കാൻ ഞാൻ എൻ്റെ കോച്ചായിട്ട് കാണുന്ന, ടീച്ചേഴ്സായിട്ട് കാണുന്ന ആൾക്കാരാണ്. കാരണം ആ ഒരൊറ്റ ബ്ലെസ്സിങ് മതി നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ബിക്കം കോച്ചബിൾ. ഇതാണ് ഇത് ജോൺ വുഡൻ പറഞ്ഞിട്ടുള്ള വാക്കാണ്. ഇഫ് യു ഇറ്റ്സ് വാട്ട് യു ലേൺ ആഫ്റ്റർ ടു നോ ഇറ്റ് ഓൾ ദാറ്റ് കൗണ്ട്സ്. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് അറിഞ്ഞിരിക്കുന്ന സമയത്തും നിങ്ങൾ എന്താണോ പഠിക്കാൻ തയ്യാറാവുന്നത്, ദാറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം അറിയാൻ തോന്നുവാണെങ്കിൽ എപ്പോഴും ഒരു ചെറിയ വാതിൽ തുറന്നു വെക്കുക. കാരണം ഒരിക്കൽ നമ്മുടെ നോളജ് ഫില്ല് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, സ്റ്റേ ഹംബിൾ ഇനഫ് ടു കീപ് ലേണിംഗ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് ഐ വാണ്ട് ടു എംഫസിസ് ടുഡേ. ഓക്കെ, സോ എന്നെക്കുറിച്ച് 2 വാക്ക് പറയാം. ദീസ് ആർ ബേസിക്കലി മൈ തിങ്. ഐ ആം എൻ്റെ ഡോക്ടറേറ്റ് ഉള്ളത് ഒരു PhD എടുത്തിട്ടുണ്ട്, ഫ്രാഞ്ചൈസ് കൺസൾട്ടിങ്ങിലാണ്. ബാക്കി എല്ലാം എഡ്യൂക്കേഷൻ ഫേംസ് ആണ്. കരിയേഴ്സ് ആൻഡ് കണക്ട്സ് പറഞ്ഞ കമ്പനി ഉണ്ട്. അതിൽ ബേസിക്കലി നമ്മളെപ്പോലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സർവീസസ് ആണ്. 2 ഡൈസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ സോഫ്റ്റ്വെയർ കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ സിമുലേഷൻ സോഫ്റ്റ്വെയർ കൊടുക്കുന്ന സ്ഥാപനമുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. മുമ്പ് GTech ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിന് മുമ്പ് ഒരു US ബേസ് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അതിന് മുൻപ് വേറെയാണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ലേണിങ്ങിൻ്റെ ഭാഗമായിരുന്നു. ദ മൊമെൻറ്റ് ഞാൻ എപ്പോഴാണ് പഠിത്തം നിർത്തുന്നത്, ആ മൊമെൻറ്റ് എൻ്റെ വളർച്ച സ്റ്റോപ്പ് ആയിട്ടുണ്ട്. സോ ഐ നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ഐ എം സ്റ്റിൽ ലേണിംഗ്. ഐ എം സ്റ്റിൽ ഡൂയിങ് കപ്പിൾ ഓഫ് കോഴ്സസ്. ഐ വിൽ കം ടു യു. ഇതൊക്കെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് ആണ്. ഐ എം ജസ്റ്റ് സ്കിപ്പിംഗ് ദിസ്. ഒരുപാട് ഏകദേശം 700ഓളം സെമിനാർസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും പാലയിൽ ഞാൻ പോയി സെമിനാർ എടുത്തായിരുന്നു. ടെക് ടോക്സ് നടത്താറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ബേസിക് ഹോബീസ് എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ കീപ്പ് ഓൺ ലേണിംഗ് ഫ്രം അക്രോസ്. എവിടെ പഠിക്കാൻ അവസരം കിട്ടിയാൽ ഐ കീപ്പ് ഓൺ ലേണിംഗ്. നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം നവംബർ 2025 കേരളം റെപ്രസെൻറ്റ് ചെയ്തിട്ട് ടെക് ഫോർ എഡ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഡൽഹിയിൽ പോയിരുന്നു. അവിടെ ഇതൊക്കെയാണ് ബേസിക് അച്ചീവ്മെൻറ്റ്സ്. ഇത് ഞാൻ എഴുതിയ ബുക്കാണ്. ഓക്കെ, ഇതൊന്നുമല്ല ഞാനിവിടെ നിങ്ങളെ ക്ലാസ് എടുക്കാനുള്ള റീസൺ. ഞാനിവിടെ ക്ലാസ് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2005, 2007 2 വർഷം ഏകദേശം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ ടീച്ചറായിരുന്നു, മാഷായിരുന്നു. ചിലപ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് ഇത് കണക്ട് ആവുന്നുണ്ടോ, നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ. കാരണം ഞാനും നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ക്ലാസ് എടുക്കാനുള്ള ഒറ്റ അധികാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഐ സ്റ്റാർട്ടഡ് ജസ്റ്റ് ലൈക്ക് യു, നോ ഡിഫറൻസസ്. എനിക്കൊന്ന് സാലറി വാസ് അറൌണ്ട് 6,000 rupees. 6,000 രൂപയായിരുന്നു. 5,000 രൂപ 6,000 രൂപ എന്ന സാലറി ഉണ്ടായിരുന്നു. സോറി. ഓക്കെ, എന്നെ തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് കരുതുന്നു. ഒരുപാട് മുടി പോയി എങ്കിലും ഐ എം സ്റ്റിൽ ദാറ്റ് സെയിം ദീപക്. ഓക്കെ, ആൻഡ് ബിഫോർ ദാറ്റ് ഐ വാസ് എ വെയിറ്റർ. ഒരു ഹോട്ടലിലെ വെയിറ്റർ ആയിരുന്നു ഞാൻ.
കാരണം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നേരെ പോയത് ഹോട്ടൽ മാനേജ്മെന്റിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഈ എഡ്യൂക്കേഷൻ ഒരു ടീച്ചർ എന്ന് പറഞ്ഞ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കഥകൾ പറയാം, അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ വിൽ യെസ് എന്നോടാണോ? നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചോദിക്കാനുള്ളത് കൊണ്ടാണ് മ്യൂട്ട് ചെയ്യാത്തത്. ഐ ഡു നോട്ട് വാണ്ട് ടു മ്യൂട്ട് യു. ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കാം നമുക്ക്. ഓക്കെ, ഇത് രണ്ടാമത്തെ എൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഐ കീപ്പ് ഓൺ ലേണിംഗ് ഫ്രം ബ്രൈറ്റ്. എന്നേക്കാൾ ബുദ്ധി ഉണ്ടെന്ന് ഞാൻ കരുതുന്ന ആൾക്കാർ, എന്നേക്കാൾ ആ കഴിവുണ്ടെന്ന അറിവുള്ള ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ഐ എം 100 എവിടെ ഇരിക്കുന്ന എൻ്റെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ, എന്നേക്കാൾ അറിവുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഇനി കാണാത്താണെങ്കിൽ നിങ്ങൾക്ക് എന്നേക്കാൾ അറിവുള്ള ഒരുപാട് മേഖലകളുണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കൂടെ ഇരിക്കാൻ പറ്റുന്നത്. അതേപോലെ ഇതിപ്പോൾ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷാഫി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഇതേപോലെ ഒരു സെക്കൻഡേ, ഇത് ISSD, അങ്ങനെ കേരളത്തിലെ ഒരുവിധ എല്ലാ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഫൗണ്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ, വർക്ക് ചെയ്യാനുള്ള, സപ്പോർട്ട് ചെയ്യാനുള്ള, കൊളാബറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ ചിന്താഗതി മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും എന്നെ ഈ ക്ലാസ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളത്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു വലിയ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഇയർ ആയിരുന്നു. ഇവരുടെയൊക്കെ ഇൻസൈറ്റ്സ് കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, സോ ദ ബേസിക് പോയിന്റ് ഇസ് ദിസ്: വാട്ട് യു ആർ നൗ ഇസ് ദ റിസൾട്ട് ഓഫ് യുവർ പാസ്റ്റ് ആക്ഷൻ. ഡു യു അഗ്രി വിത്ത് ദിസ് ഫ്രണ്ട്സ്? നിങ്ങൾ ഇപ്പോഴെന്താണോ ഉള്ളത്, അത് നിങ്ങൾ ഇതുവരെ ചെയ്തത് പാസ്റ്റ് ആക്ഷൻ്റെ റിസൾട്ടാണ്. ഡു യു അഗ്രി വിത്ത് മീ? തംസ് അപ്പ് യെസ്, തംസ് അപ്പ് യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് യു ആർ ബിക്കമിങ് ഇസ് ദ റിസൾട്ട് ഓഫ് യുവർ കറണ്ട് ആക്ഷൻ. നിങ്ങൾ ഇപ്പോഴെന്ത് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ റിസൾട്ട് എന്ന് പറയുന്നത്. അഗ്രി എവ്രി വൺ? സോ ദിസ് സെഷൻ ഇസ് ബേസിക്കലി ഫോർ യു ടു ഡിസൈഡ് വാട്ട് യു ഹാവ് ടു ഡു. എന്തൊക്കെ നിങ്ങൾ ചെയ്യണം സോ ദാറ്റ് യു ക്യാൻ ബിക്കം വാട്ട് യു വാണ്ട് ടു ബി. നിങ്ങൾ എന്താവണം, അതിലേക്ക് ആവാൻ വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയാണ് ഈ സെഷൻ എടുക്കുന്നത് കേട്ടോ. നമുക്കിനി റൂം ലോക്ക് ചെയ്യാം കേട്ടോ. ഇനി ആരെയും അലവ് ചെയ്യണ്ട, കാരണം അവർക്കത് ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. ഓക്കെ, സോ ഹൂ ഇസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്? ഒരു ഗുഡ് സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും വലിയ കേപ്പബിലിറ്റി എന്താണ്? എനിവൺ can you please unmute and speak? ലിസൺ ചെയ്യാം. Wow, who is that? ശാലിനി. അടിപൊളി. ഫസ്റ്റ് പോയിന്റ് ഇസ് ലിസണിങ്. കാരണം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആദ്യത്തെ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധയിൽ 2-3 അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ലിസണിങ് ആണ്, 2 ട്രസ്റ്റാണ്. എൻ്റെ ടീച്ചറിൻ്റെ മുകളിൽ എനിക്കുള്ള ട്രസ്റ്റാണ്. ഇയാൾ പഠിപ്പിച്ചത് നന്നാവും എന്നൊരു തോന്നൽ മതി നമ്മുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് ഇപ്പം പറഞ്ഞ ശാലിനി മിസ് പറഞ്ഞതാണ് പാർട്ടിസിപ്പേഷൻ. ദ മൊമെന്റ് യു സ്റ്റോപ്പ് പാർട്ടിസിപ്പേറ്റിംഗ്, അത് നിങ്ങളിപ്പോൾ ചാറ്റിൽ സംസാരിക്കണമെന്നൊന്നുമില്ല, പക്ഷേ നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടാണെങ്കിൽ അവിടെ സംസാരിച്ചാൽ മതി. യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് സെഷൻ. എപ്പോഴാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? വെനെവർ യു പാർട്ട് ടേക്ക്, ദാറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് യു എന്നാണ്. അറിവ് നിങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നതാണ്. ദ മൊമെന്റ് യു ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ്, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ്, ചാറ്റ് ടൈപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല, ക്യാമറ ഓൺ ആക്കുന്നില്ല, ആക്ച്വലി യു ആർ ലൂസിങ് എ ലോട്ട് ഓഫ് തിങ്സ് because that knowledge is not entering you. Are you with me, everyone? Yeah, good. I want everyone to please chat. നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. So a good student, ഏറ്റവും important quality is listening, and the second important skill is basically participating. Okay, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്ന് ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാമോ? സീന്നോ ക്ലിയർന്നോ ചാറ്റ് ടൈപ്പ് ചെയ്യാം പ്ലീസ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ പ്ലീസ്. ഇത് 1 മണിക്കൂർ സെഷനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് 1 മണിക്കൂറിൽ കൃത്യമായി തീർക്കേണ്ടതുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും പ്ലീസ് ഡു പോസ്റ്റ് ആൻഡ് ആസ്ക്. ഓക്കെ, യെസ്. ഇത് ഞാൻ പൊതുവെ പറയേണ്ട എംപ്റ്റി ദ കപ്പ് എന്നാണ് പറയാറ്, പക്ഷേ എംപ്റ്റി ദ കപ്പ് നമുക്ക് ഇമ്പോസിബിൾ ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇറേസ് ചെയ്യാൻ നമുക്ക് ഇമ്പോസിബിൾ. പക്ഷേ എപ്പോഴും പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമല്ല എന്നുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ആം നോട്ട് കംപ്ലീറ്റ് എന്നുള്ള ഫീലിംഗ് എപ്പോഴും ഉണ്ടാക്കി വെക്കുക. ചെറിയൊരു ഭാഗം മാറ്റി വെക്കുക. സോ ദാറ്റ് സംതിങ് ക്യാൻ ബി പോർഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. സോറി. ഓക്കെ, സോ ആ ഒരു കപ്പിൻ്റെ മനസ്സിൽ നിങ്ങൾ ഇരിക്കുക. സോ ടീച്ചിങ്ങിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്താണ്? ദിസ് ഇസ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. ഐ വാണ്ട് യു ടു സ്പീക്ക്. നിങ്ങൾ ടീച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? എവ്രി വൺ, യു ക്യാൻ ഓൾ പാർട്ടിസിപ്പേറ്റ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആക്ച്വൽ ചാലഞ്ചസ് പറഞ്ഞാൽ മതി. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. ഇന്നത്തെ കുട്ടികളിലെ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നം, അതായത് കുട്ടികൾക്ക് പഠനത്തോട് തീരെ താല്പര്യം കാണിക്കുന്നില്ല. അടിപൊളി. എല്ലാം ഈസി മെത്തേഡിലേക്ക്
എക്സാമിനേഷൻ സിസ്റ്റം ഒക്കെ മാറിപ്പോയതുകൊണ്ട് ഞാൻ 10th 12th അങ്ങനെയുള്ള സ്റ്റഡിയാണ് ഇപ്പം പറയുന്നത്. ഉം. 80 പാസിംഗ് എന്നുള്ള മെത്തേഡ് വന്നതുകൊണ്ട് പിള്ളേർക്ക് ഗൗരവമുള്ള പഠന സ്വഭാവം ഇല്ല. വെരി ഗുഡ്, ഓസം. ജോജി സാർ അല്ലേ പറഞ്ഞേ? ഓക്കെ ഓക്കെ. സാറിനേക്കാൾ ഒതന്റിക് ആയിട്ട് പറയാൻ മറ്റൊരാൾക്കും ഉണ്ടാവില്ല, കാരണം അത്രയും വർഷങ്ങളായിട്ട് ഡീക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഷെയർ ചെയ്തത്. വാട്ട് എൽസ്? വേറെ ആർക്കും എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്? വാട്ട് യു തിങ്ക് ഇസ് ദ ബിഗസ്റ്റ് ചാലഞ്ച് ഇൻ ടീച്ചിങ്? നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണ്? ഓക്കെ, ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ഇപ്പൊ സാർ പറഞ്ഞു. വാട്ട് ഇസ് നെക്സ്റ്റ്? പിന്നെ ഞാൻ എൻ്റെ ഇതിൽ കണ്ടേക്കുന്നത് ഇപ്പോൾ ഒരു ബാച്ചായിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പല കാലിബറുള്ള ഗ്രാസ്പിംഗ് പവറുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും, മറ്റേ കുട്ടിക്ക് അത് ക്യാച്ച് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എസ്പെഷ്യലി ഒരു ബാച്ച് റൺ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 കുട്ടികൾ സ്മാർട്ട് സ്റ്റുഡൻസ് ഉണ്ടാവും, ഒരു ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒരു ആവറേജ് ഉണ്ടാവും. ഒരു 20% കുട്ടികൾ പലപ്പോഴും പഠിക്കണോ എന്ന് പോലും ആലോചിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അത്രയും കാലിബർ ഇല്ലാത്ത കേപ്പബിലിറ്റി ഇല്ലാത്ത കുട്ടികളുണ്ടാവും. ശരിയാണ്, അത് ആസ് എ ടീച്ചർ ഒരു വലിയ ചാലഞ്ച് തന്നെയാണ്. ഓക്കെ, ഗുഡ്. വാട്ട് ഇസ് നെക്സ്റ്റ്? സോറി, എൻ്റെ ചുമ എനിക്കിങ്ങനെ മ്യൂട്ട് ചെയ്യാൻ വയ്യ കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. ഐ എം നോട്ട് വെൽ, ബട്ട് ഈ സെഷൻ ഒഴിവാക്കാൻ വയ്യ, അതുകൊണ്ട് എടുക്കുവാണ്. വാട്ട് ഇസ് നെക്സ്റ്റ്? ഇതാണ് ഇപ്പോൾ ശാലിനി മിസ് പറഞ്ഞത്. ഒന്നുകിൽ കുട്ടികൾ ആബ്സെന്റ് ആവുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് റിപ്പീറ്റേഷൻ ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുക. അതൊരു വലിയ ചാലഞ്ചാണ് ടീച്ചേഴ്സിന്റെ കേസിൽ, അല്ലേ? നമ്മൾ നല്ല ഈ ഒരു എനർജി എനിക്ക് ഇപ്പം ഉണ്ടാവും, പക്ഷേ ഈ സെയിം ക്ലാസ് വീണ്ടും എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഐ വിൽ ബി 50% ഡൗൺ, അല്ലേ? ഇത് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് പോപ്പുലേഷൻ എൻ്റെ മുമ്പിലിരിക്കുന്നത്. സോ ആദ്യം ഹാർട്ടി കൺട്രോളൻസസ്, വേറെ വഴിയില്ല, ഇങ്ങനെ തന്നെ തുടരുക എന്നുള്ളതേ ഉള്ളൂ. ബട്ട് യു ആർ ഓൾ ബ്ലെസ്ഡ്, നമുക്ക് അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ലെറ്റ് us see. ഓക്കെ, വാട്ട് ഇസ് അടുത്ത എന്താ ഓപ്ഷൻ ഉള്ളത്? എനിക്കറിയാം ഒരുപാട് എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ഉണ്ട്. കാര്യം പ്ലീസ് കം ഫോർവേഡ്, ഒന്ന് സംസാരിക്കാമോ പ്ലീസ്? എനിക്ക് നിങ്ങളുടെ അറിവ് വേണം, അതുകൊണ്ടാണ്. ഇൻട്രസ്റ്റ്. ആരാ പറഞ്ഞത്? ഞാനത് എന്താ പറയുക, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഇപ്പം നമ്മൾ എടുക്കുന്ന ബാച്ചിലത്തെ കുട്ടികളില് രണ്ട് മൈൻഡ്. അതായത് ഒരു കൂട്ടർക്ക് പെട്ടെന്ന് ജോലി വേണം. അതായത് ഇപ്പൊ നമ്മളെ കോഴ്സ് ഡ്യൂറേഷൻ 8 month ആണെങ്കിൽ 6 months ഒരു കൂട്ടർക്ക് അത് തീരണം. ബാക്കി കൂട്ടർക്ക് നമ്മൾ എത്ര കൊടുത്താലും അതവര് എന്താ കംപ്ലീറ്റഡ് അല്ല. അപ്പൊ നമ്മള് കംപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടരും, അതേപോലെ ഇത് മതി ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടം. അതായത് ഈ രണ്ടും മിക്സ്ഡ് ആണ് നമ്മളെ ബാച്ചില് ഇങ്ങനെ വരിക. നമ്മള് ഒരേ കോഴ്സ് ആയിരിക്കും രണ്ടു കൂട്ടരും എടുത്തത്. അതാണ് ഞാൻ നേരിടുന്ന ഒരു, അതായത് രണ്ടുപേർക്കും ഒരേ പാതയിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. വളരെ വളരെ കറക്റ്റ് ആണ് പറഞ്ഞത്. ഐ ഹാവ് ബീൻ ത്രൂ ദിസ് മെനി ടൈംസ് ഇൻ മൈ ലൈഫ്. ചില കുട്ടികളുണ്ട്, ഈ ക്ലാസ് ഒന്ന് തീർന്നിരുന്നെങ്കിൽ ഈശ്വര. മറ്റൊരു ആൾക്കാരുണ്ട് കിട്ടിയിട്ട് മതിയാവാത്ത വലിയ പാത്രവുമായിട്ട് വന്ന ആൾക്കാരുണ്ടാവും, ചെറിയ ഗ്ലാസ്സുമായിട്ട് വന്ന ആൾക്കാരുണ്ടാവും, എപ്പോഴും ഉണ്ടാവുന്ന ക്ലാസ്സിൽ. ചില ആൾക്കാർ ജോലിക്ക് വേണ്ടി ജോലി കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ നോക്കുകയാണ്. ചില ആൾക്കാരെ വിളിച്ചാലും പറഞ്ഞാൽ അവർ ഇന്റർവ്യൂവിന് പോലും പങ്കെടുക്കില്ല. ശരിയാണോ? ഡു യു റൈം വിത്ത് ദിസ് എവരിവൺ? അതെ, ഹാപ്പൻസ്. ഇതൊന്നും പുതിയതല്ല. മൂന്നാമതാണ് ഏറ്റവും വിഷമം പിടിച്ചത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി പഠിച്ചാലും ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികൾ. ഇതൊക്കെ ഡയറക്ടറോട് പറഞ്ഞാൽ മനസ്സിലാവോ? ഡയറക്ടർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഡയറക്ടർ പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്ന മോശമായിട്ടാന്ന് പറയും. ആ കുട്ടി പഠിക്കാനേ വന്നതല്ല. അതാണ് ജോജി സാറെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു. ജോജി സാറാന്ന് തോന്നുന്നുണ്ട്, കുട്ടികൾ പഠിക്കാനല്ല വരുന്ന ക്ലാസ്സിലേക്ക്. ഐ ഫെൽറ്റ് ഇറ്റ് വെരി ടൈം, മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഐ ഹാവ് സീൻ ദിസ്. കുട്ടികൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാർ വളരെ വളരെ തുച്ഛമാണെന്ന് തന്നെ പറയാം. മേ ബി 20%. ബാക്കിയുള്ള ഒരു ടീച്ചർ പഠിപ്പിക്കുവാണെങ്കിൽ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞ ആൾക്കാരും, ചില ആൾക്കാർ എന്നാൽ ടീച്ചർ പഠിപ്പിക്കുന്ന കാണട്ടെ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ എല്ലാ കാറ്റഗറി ഓഡിയൻസും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ഔട്ട് സ്വാഭാവികമാണ്. പക്ഷേ ഈ ഡ്രോപ്പ് ഔട്ട് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഡ്രോപ്പ് ഔട്ടാണ് ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ചായിട്ട് എനിക്ക് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റിയാണ്. നമുക്കറിയാം, ഒരുവിധം എല്ലാ ക്രീമായിട്ടുള്ള നല്ല അറിവുള്ള എല്ലാ കുട്ടികളും നല്ല കോളേജുകളിൽ പഠിച്ച് പോയിട്ട് നല്ല നല്ല ജോലികളിൽ കയറി പോകുന്നുണ്ട്. അവരൊന്നും നമ്മളെ സെൻറ്ററിലേക്ക് പൊതുവെ വരാറില്ല. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ പറയാൻ മടിയുള്ള കാര്യങ്ങളാണ്. ഒരു ക്വാളിറ്റി ഓഡിയൻസ് അല്ല പലപ്പോഴും നമ്മുടെ കോളേജുകളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. ആയിരിക്കാം ഒരു മേ ബി 20-30% ആൾക്കാർ വരുന്നത്. ബാക്കി എല്ലാവരും 70 വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സെൻറ്ററിൽ വരുന്ന ആൾക്കാരായിരിക്കും. സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി ഒരു വലിയ ഫാക്ടറാണ്. ഡു യു അഗ്രി എവരിവൺ? ഇതൊക്കെ നിങ്ങളെ പ്രോബ്ലംസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എനിക്കതാണ് അറിയേണ്ടത്. താങ്ക് യു. ഞാൻ നിർബന്ധിച്ച് യെസ് പറയിപ്പിക്കുമല്ലോ അല്ലേ? ശരി, താങ്ക് യു. ഓക്കെ, സോ ലെറ്റ് us forget everything. ഇപ്പൊ പറഞ്ഞ എല്ലാ പോയിന്റ്സും നമുക്ക് മറക്കാം, കുറച്ച് നേരത്തേക്കൊന്ന് മറക്കാമെന്നുള്ളതാണ്. കാരണം ഇവിടെ ഡയറക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. ബട്ട് ഐ വോണ്ട് ഓൾ മൈ ടീച്ചേഴ്സ് സിറ്റിംഗ് ഹിയർ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും, ഐ വോണ്ട് ദാറ്റ് കൺട്രോൾ ടു ബി ടേക്കൺ ഫ്രം ദി സ്റ്റുഡൻറ് ആൻഡ് ടേക്ക് ഇറ്റ് ബാക്ക് ടു യു.
എൻ്റെ ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള റീസൺ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ ചൂണ്ടിക്കാണിക്കുന്ന ആ വിരൽ ഐ വോണ്ട് അടുത്തൊരു 40 നിമിഷം നേരത്തേക്ക് നമുക്ക് നമ്മളിലേക്ക് ചൂണ്ടിക്കാണിക്കാം, തിരിച്ച് ചൂണ്ടാം. റെഡിയാണോ? ഈസി അല്ല, നമ്മളെ മനസ്സ് സമ്മതിക്കില്ല. യെസ് നമ്മളെ മനസ്സ് പറയാ അങ്ങനെയല്ല, എൻ്റെ അനുഭവം അങ്ങനെയല്ല, കുട്ടികൾ അങ്ങനെയാണ്, എനിക്ക് 100% ഉറപ്പാണെന്നൊക്കെ നിങ്ങളെ മനസ്സ് പറയും. പക്ഷേ അടുത്തൊരു 40 നിമിഷം നേരത്തേക്ക് നിങ്ങൾ യു ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ്. അടുത്ത 40 നിമിഷത്തേക്ക് മാത്രം കേട്ടോ. ഓക്കെ, ലെറ്റ് us ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ our സ്റ്റുഡൻസ് ആൻഡ് ഫോർ ദി ക്ലാസ്സസ്. കാരണം ലൈഫിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. കാരണം കുട്ടികൾ നന്നായാലും നിങ്ങൾ നന്നാവുമെങ്കിൽ കുട്ടികൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കുട്ടികൾ ഇനിയും ഇതിലും ചാലഞ്ചിങ് കുട്ടികളെ നിങ്ങളുടെ അടുത്ത് വരാനുള്ളൂ. ശരിയാണോ? ഡു യു അഗ്രി വിത്ത് മീ ഫ്രണ്ട്സ്? ഇതിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോണേ. കാരണം ഫോണ്, ഇന്റർനെറ്റ്, അവർക്ക് ഇനി ഡിസ്ട്രാക്ഷൻസ് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ഇനിയും കുട്ടികൾ മെച്ചപ്പെടുന്നു എന്ന് വിചാരിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ അപ്പം നിങ്ങൾ മാറാൻ സാധ്യതയല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയണം. ഞാൻ എൻ്റെ മുമ്പത്തെ സ്ഥാപനത്തിൽ ഞാൻ പറയാറുണ്ടായിരുന്നു, ഞാൻ എല്ലാ ജില്ലകളിലും വെച്ച് ക്ലാസ് എടുക്കാറുണ്ട് ടീച്ചേഴ്സിന്. ഞാൻ പറയാറുള്ളത് യു ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ ക്ലാസ് റൂംസ് എന്നാണ്. പലപ്പോഴും അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഐ പുഷ് ദം ടു ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സോ ലെറ്റ് us ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇത് സംഭവിക്കാറുണ്ട്. ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും നടന്ന് പ്രാക്ടീസ് ചെയ്ത് ടീച്ചേഴ്സ് ആയ ആൾക്കാരാണ്, ഒഫീഷ്യലി പഠിച്ച ആൾക്കാരല്ല. എങ്കിൽ പോലും ഒഫീഷ്യലി പഠിച്ച ടീച്ചേഴ്സിനേക്കാൾ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എനിക്കറിയാം. പലപ്പോഴും അറിയാത്തത് നമ്മളെ ആസ് എ ടീച്ചർ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, എങ്ങനെയാണ് നന്നായി പഠിപ്പിക്കേണ്ടത്, ഇത് എത്തരത്തിലാണ് കുറച്ചുകൂടി ഇഫക്റ്റീവായി ഡെലിവർ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ടീച്ചേഴ്സ് അവർക്ക് അറിയുന്ന രീതിയിൽ മാത്രം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുണ്ടെങ്കിൽ, എനിക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. ശരിയല്ലേ? ഐ റിയലി സല്യൂട്ട് യു. കാരണം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു നല്ല ടീച്ചറുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദ സെഷൻ അഗെയിൻ. സോ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വാട്ട്, ഹൗ ആൻഡ് വൈ. എന്ത്, എങ്ങനെ, എന്തിന് നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതാണ്. നമ്മൾ ബിസിനസ് കൂടി മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. വെൻ ഐ സേ ബിസിനസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് വളരെ വളരെ ക്രൂഷ്യലായിട്ട് അറിയേണ്ട ഒരു സംഭവമാണ്. വി ആർ ആക്ച്വലി സോൾവിങ് എ പ്രോബ്ലം ഓൺ എ കോസ്റ്റ്. ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അവർ ഡിഗ്രി കഴിഞ്ഞു, അവരുടെ ലൈഫിൽ 17 കൊല്ലം അല്ല 20 കൊല്ലം പഠിച്ചിട്ട് പാവം ജോലി കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു കുട്ടിയാണ് നിങ്ങളെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആൻഡ് ദേ ആർ റെഡി ടു പേ യു ബിക്കോസ് ദേ വാണ്ട് ടു സോൾവ് ദറ്റ് പ്രോബ്ലം ആൻഡ് ഗെറ്റ് എ പ്ലേസ്മെന്റ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അവരുടെ പ്രോബ്ലം ഇതാണോ എവ്രി വൺ? ഓക്കെ, ഈ പ്രോബ്ലമാണ് ആസ് എ ബിസിനസ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്. സെക്കൻഡ്, യു ഗെറ്റ് വാല്യൂ ആൻഡ് യു ഗിവ് ബാക്ക് വാല്യൂ. കുട്ടികൾ ആദ്യം ഫീസ് അടയ്ക്കുന്നു, യു ആർ ഗെറ്റിംഗ് വാല്യൂ. ആ കിട്ടിയ പൈസക്ക് അഗെയിൻസ്റ്റ് ഉള്ള വാല്യൂ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ 10 രൂപ കൊടുത്തു, 10 രൂപേൻ്റെ സോപ്പ് കിട്ടി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതുപോലെയാണ് യു ഗെറ്റ് വാല്യൂ. നിങ്ങൾ ആദ്യം ഫണ്ട് വാങ്ങി നിങ്ങൾ സാധനം കൊടുക്കുന്നു, ഫണ്ട് വാങ്ങി സർവീസ് കൊടുക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദ മോർ യു ഗിവ്, ദ മോർ ദേ വിൽ കം ബാക്ക് ആൻഡ് റെഫർ. ഞാൻ 10 രൂപ കൊടുക്കുന്നു, എനിക്ക് 12 രൂപേൻ്റെ സാധനം കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഡിലൈറ്റ് ഫീലിംഗ് ഉണ്ട്. ഇതാണ് നിങ്ങൾക്ക് റെഫറൻസസും നിങ്ങൾക്ക് പലപ്പോഴും ബാക്ക് റെഫറൻസ് അവർ തിരിച്ചു വരാനുള്ള മേജർ റീസൺ ഇതാണ്. ഓക്കെ, ഇതിനൊക്കെ അപവാദങ്ങളുണ്ടാവും, എനിക്കറിയാം. പക്ഷേ ഐ എം സ്പീക്കിംഗ് അബൌട്ട് മെജോറിറ്റി. ഓക്കെ, ഇനി ഇതിലേക്ക് എങ്ങനെയാണ് വരുത്തുക? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയുകയാണ് മാർക്കറ്റ് ചെയ്യും. നിങ്ങൾ ആദ്യം യു മാർക്കറ്റ് പറയുകയാണ്, ഇത്ര സെൻറ്റർ ഉണ്ട് പന്തളം ജില്ലയിൽ, പന്തളത്തെ ഏറ്റവും നല്ല സെൻറ്ററാണ്, അല്ല നമ്മൾ പറയുവാണല്ല കോന്നിയിലെ ഏറ്റവും നല്ല സെൻറ്ററാണ്, അല്ലെങ്കിൽ കോഴിക്കോട് ഏറ്റവും നല്ല സെൻറ്ററാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്? ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇതാണ് പൊതുവെ എല്ലാവരുടെയും ലാംഗ്വേജ്. അപ്പോൾ അത് കേട്ട് വരുന്ന കുട്ടികളെ നിങ്ങളെ കൗൺസിലർ എന്ത് ചെയ്യും? കൗൺസിൽ ചെയ്ത് സെല്ല് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? ടീച്ച് ചെയ്യും. കാരണം ഇതൊരു FMCG അല്ല, സോപ്പ് കൊടുത്തു പോണതോ അല്ല. വി ആർ ഇൻ ടു സർവീസ് സെക്ടർ. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണോ സെയിൽസ് വരുന്നത് അന്ന് മുതലാണ് നമ്മൾ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണോ കുട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി പുറത്തു പോകുന്നത്, ജോലി കിട്ടി പുറത്തു പോകുന്നത്, അന്ന് വരെ സർവീസ് കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നമ്മളവരെ പഠിപ്പിക്കുന്നു, SSC എക്സാമിനേഷൻ എഴുതിപ്പിക്കുന്നു, അവർക്ക് നമ്മളെ സർട്ടിഫൈ ചെയ്യുന്നു, ആൻഡ് വി പ്ലേസ് ദം. വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ജോലി വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ നമ്മൾ പലപ്പോഴും മിസ്സായി പോവാറുണ്ട്. പല സ്ഥാപനങ്ങളും ഇവിടെ മിസ്സായി പോകാറുണ്ട്. കാരണം ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് പല സെൻറ്റേഴ്സും കണ്ടിട്ടില്ല. ടീച്ചേഴ്സ് അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ടിട്ടില്ല. എന്നെ പഠിപ്പിക്കാൻ വെച്ചേക്കുവാണ്, ഞാൻ പഠിക്കുവാണ്. പക്ഷെ ആലോചിച്ച് നോക്കും, ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇതാണ്, ദ മോർ യു ഗിവ്
ദ മോർ ദേ വിൽ കം ബാക്ക് ആൻഡ് റെഫർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എത്രത്തോളം നിങ്ങൾ കൂടുതൽ അവർക്ക് നൽകുന്നു അത്രത്തോളം അവർ നിങ്ങളെ കൂടുതൽ റെഫർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇതിന് പറഞ്ഞാൽ ഐഡാൽ AIDAL എന്നാണ് പറയാം. എ എന്ന് പറഞ്ഞാൽ എന്താ? അവയർനെസ്. ഇങ്ങനത്തെ ഒരു സ്ഥാപനം നടക്കുന്നുള്ള അവയർനെസ് നമ്മൾ കൊടുക്കുന്നു. അവരെ കൊണ്ട് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൗൺസിലർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് മാറി ഡിസയർ ആയി മാറുന്നു. എനിക്കിത് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്ത് കൗൺസിലർ പറയുന്നത് 30% ഡിസ്കൗണ്ട് ഉണ്ട്, ഉടനെ അവർ അഡ്മിഷൻ എടുക്കുന്നു. ഇതുവരെയുള്ള സ്റ്റെപ്പ് നിങ്ങളുടെ കയ്യിലല്ല, ഇത് കംപ്ലീറ്റ്ലി മാർക്കറ്റിംഗ് അടുത്താണ്. പക്ഷേ ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, എൽ എന്ന് പറയും. എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലോയൽറ്റി. അതായത് നിങ്ങൾ ആ വരുന്ന അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് അവരെ ഹാപ്പിയാക്കി നിങ്ങൾ എപ്പോഴാണോ വിടുന്നത്, the moment they become happy, the moment they become delighted, they become loyal to you. അവർ നിങ്ങൾക്ക് ലോയൽറ്റി വരും. ലോയൽറ്റി പറഞ്ഞാൽ എന്താ? അവർ പറയും, ഇനി എൻ്റെ ഒരു ഫ്രണ്ട് പഠിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിലേ പഠിക്കുകയുള്ളൂ, ഫിനിഷിംഗ് സ്കൂളിലേ പോവുള്ളൂ, മേരി ശാലിനി ക്ലിസിനെ കുട്ടികളെ വിടുകയുള്ളൂ എന്ന് പറയുന്നതിനാണ് ലോയൽറ്റി എന്ന് പറയാം. പലപ്പോഴും ടീച്ചേഴ്സ് ഇതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാറില്ല. ഇത് ഒതന്റിക് ആയിട്ട് എനിക്കേ പറയാവൂ, കാരണം ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. വെൻ ഐ വാസ് വർക്കിംഗ്, ഐ ഓൾവേസ് തോട്ട് എൻ്റെ മുമ്പിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുക മാത്രമാണ് എൻ്റെ പണി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. സോറി, അതല്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ മുമ്പിൽ വന്ന കുട്ടി, ആ കുട്ടീൻ്റെ കഴിഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് 3 to 5 റെഫറൻസ് എനിക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എൻ്റെ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു സപ്പോർട്ട് ടീച്ചർ അടുത്ത് നിന്ന് എല്ലാ സ്ഥാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ആണെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാമോ പ്ലീസ്? താങ്ക് യു മിസ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഗുഡ് ഗുഡ്. ഐ എം സോ ഹാപ്പി. ഇൻട്രാക്ട് ചെയ്യുന്ന ചാറ്റ് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ വളരെ വലിയ നന്ദി പറയുവാണ്. കാരണം യു ആർ മേക്കിംഗ് ദിസ് സെഷൻ ഇൻട്രാക്റ്റീവ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ യെസ് നോ ഒക്കെ പറയുമ്പോഴാണ് കേട്ടോ. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഗുഡ് വർക്ക്. ഓക്കെ, സോ ഐഡൽ പറഞ്ഞു അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കലാണ്. ലാസ്റ്റ് എന്താണ്? ഇവിടുന്ന് ലാസ്റ്റ് 30% അഡ്മിഷൻ വരുന്നത് ഒരു സെന്ററിന്റെ ലോയൽറ്റി എന്നായിരിക്കണം. ഇത് ഈ ഉത്തരവാദിത്തം നിന്ന് ഒളിച്ചോടാൻ ഒരു ടീച്ചർക്കും സാധിക്കില്ല. നിങ്ങളെ സെന്ററിൽ 30% അഡ്മിഷൻസ് റെഫറൻസ് അഡ്മിഷൻ അല്ല, വേർഡ് ഓഫ് മൗത്ത് അഡ്മിഷൻ അല്ല എങ്കിൽ യു ആർ ഗോയിങ് ഇൻ ദ റോങ് ട്രാക്ക്. ഇനി തിരിച്ചുകൂടി ഞാൻ പറയാം, നിങ്ങളെ സ്ഥാപനത്തിൽ വരുന്ന അഡ്മിഷൻ്റെ 70% അഡ്മിഷൻ നിങ്ങളുടെ ഫ്രഷ് മാർക്കറ്റിങ്ങിലൂടെ അല്ല എങ്കിലും നിങ്ങളുടെ ഭാവി ഇസ് ഗോയിങ് ടു ബി എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഒരു വിഷയത്തിൽ ഞാൻ 1-2 ഫീഡ്ബാക്ക് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ വിഷയം ഒരു വലിയ വിഷയമാണ്. ഇതിനെക്കുറിച്ച് എന്നേക്കാൾ അറിവുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ടീച്ചേഴ്സിന് ഉത്തരവാദിത്തമാണോ റെഫറൻസ് അഡ്മിഷൻ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും അഭിപ്രായം പറയണമെന്ന് ആഗ്രഹിക്കുന്നു? അതെ സാർ. ഇതാരാ? മനോജ് സാറാണോ പറഞ്ഞത്? അതെ. നിങ്ങൾ ഡയറക്ടറാണോ? നിങ്ങൾ അങ്ങനെ പറയൂ. ശരി ശരി, ഓക്കെ, ഗുഡ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു മാഷായി വന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ്, എനിക്കറിയാം. അദ്ദേഹത്തിന് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഒരുപാട് വർഷമായിട്ട് അറിയുന്നതാണ്. വെരി ഗുഡ്, അപ്രീഷിയേറ്റ് ഇറ്റ്. വേറെ ആരെങ്കിലും? ഇസ് ദാറ്റ് റിയലി പോസിബിൾ ആണോ അത് ഈ പറഞ്ഞ കാര്യം? നിങ്ങളുടെ സ്ഥാപനത്തിൽ 30% അഡ്മിഷൻ നിങ്ങൾ റെഫറൻസ് അഡ്മിഷൻ ത്രൂ വരുന്നുണ്ടോ? ഉള്ളവരൊന്ന് കൈ പൊക്കാമോ? കാൻ ഐ സീ യുവർ ഹാൻഡ്സ് പ്ലീസ്? ഇല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ലൈഫിലെ ഇൻ യുവർ ടീച്ചിങ് കരിയർ നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ കേപ്പബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ടൂൾ അതാണ്. വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ റീജിയണൽ IHRD എന്ന കോളേജിൽ നമ്മൾ തൊട്ടടുത്ത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റുഡൻസ് വന്നുകൊണ്ടിരുന്നത്. അവിടെ സീൻ്റെ ക്ലാസ്, അതായത് പ്രോഗ്രാമിംഗ് ഇൻ സീൻ്റെ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചു വരുന്നൊരു പേര് ദീപക് എന്നായിരുന്നു. ഞാനിന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഇന്ന് ഓർക്കുവാണ്. കാരണം ഞാൻ അന്ന് ഉണ്ടാക്കിയ അസൈൻമെന്റ്സും എഴുതിയ നോട്ട്സും ഉണ്ടാക്കിയ പ്രസന്റേഷൻസും ഒക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അസൈൻമെന്റ്സ് ഒക്കെ അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് പഠിപ്പിക്കാൻ, അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാനും. ആർ വി ഡൂയിങ് ദ സെയിം തിങ് ഇൻ യുവർ സെന്റർ? ഇല്ല എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രോമിസ് തന്നെ ടു യുവർ സെൽഫ്. അല്ല സാറേ, സാർ അങ്ങനെ പറയുമ്പോഴേ അത് ഞാൻ എഗ്രി ചെയ്യുന്നു. സാർ പറഞ്ഞോളൂ സാറേ, കേൾക്കാം. അതായത് സാറ് ആ പറഞ്ഞ ഒരു പോയിന്റിലെ എന്റെ നാടിന്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ഈ പ്രോഗ്രാമിംഗ് ക്ലാസ്സിന് മെച്ചപ്പെട്ട രീതിയിൽ ക്ലാസ് കൊടുക്കാൻ പറ്റാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു റെഫറൻസ് ഫീൽ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ പഠിക്കുന്നവരെ നമ്മൾ സ്വന്തമായിട്ട് പ്രോഗ്രാം എഴുതാൻ കേപ്പബിൾ ആക്കിയേ വിടത്തുള്ളൂ. ഞാൻ പറയുന്ന മാർക്കറ്റിങ്ങും അത് തന്നെയാണ്. പക്ഷെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ആ ഒരു ബിഹേവിയറിനെ സ്റ്റുഡൻസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാര്യം പ്രോഗ്രാം സ്വന്തമായിട്ട് എഴുതിയെങ്കിലേ കാര്യമുള്ളൂ, കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം
അതിലേക്ക് കുട്ടികൾ വില്ലിങ് ആകാറില്ല. പലപ്പോഴും ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്ത് പോകാറുണ്ട്. നമ്മൾ ഇങ്ങനെ പഠിക്കണം എന്ന് നിർബന്ധം പറയുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? സാറേ ഇതില് ആ നമുക്ക് പ്രോബ്ലം എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? സാർ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സാർ ഇത് ഓൾറെഡി ഫേസ് ചെയ്തിട്ടുണ്ടാവും, സാറിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുവാണെങ്കിൽ നമുക്ക് ഇപ്പം എസ്പെഷ്യലി ജെൻസി ആയതുകൊണ്ട്, എൻ്റെ 2 മക്കളുണ്ട്, ജെൻസി ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അവരോട് തന്ത വൈബ് കാണിക്കാതെ നമ്മൾ അവരുടെ വൈബ് തന്തയാവെ മാറുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരുടെ ലെവലിൽ നമ്മൾ, കാരണം അവരുടെ ഒരു ചിന്താഗതി നമ്മൾ കുറച്ചൊന്ന് മോശം സംസാരിച്ചപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞത്, അച്ഛൻ തന്ത വൈബ് സ്റ്റാർട്ട് ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട് എന്നോട്. അപ്പം ഞാൻ പറയാം, ഇടക്ക് വൈബ് തന്തയാണ് ഞാൻ, ഇടക്ക് തന്ത വൈബുമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ബാലൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. നമ്മൾ കുട്ടികളെ വൈബിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളൊരു ഓപ്ഷൻ, നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഞാൻ പേഴ്സണലി മെൻറ്റർ ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ എല്ലാ ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, ആദ്യത്തെ 2 ക്ലാസ്സുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്നതിലും, അവർ എന്തിനാണ് ഈ ക്ലാസ് ചെയ്യുന്നത് എന്നുള്ളതും, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലാസ് എന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും ടീച്ചേഴ്സ് ഫെയിലായി പോകാറുണ്ട്. അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഫസ്റ്റത്തെ ക്ലാസ് ഒരു കാരണവശാലും അത് ക്ലാസ് ആവരുത്, അത് അവർക്കുള്ള റൂട്ട് മാപ്പ് ആയിരിക്കണം. നിങ്ങൾ എങ്ങോട്ട് പോയാൽ എവിടെ എത്തുമെന്ന് പറയുന്ന കൃത്യമായ സ്ട്രക്ചർ ആയിരിക്കണം. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ അവസാനം പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് 10 റെഫറൻസ് അങ്ങ് തന്നിട്ട് നിങ്ങൾ പോകാവൂ എന്ന് പറയുന്ന ക്ലിയർ സെഷൻ ആയിരിക്കണം. ഈ വാല്യൂസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ, അവിടെ കയറി വന്നു കഴിഞ്ഞാൽ അവർ സ്വന്തമായി ഒരു വാല്യൂ സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ വാല്യൂ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ അച്ഛലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. 2, ഇപ്പോഴത്തെ കാറ്റഗറി ആൾക്കാരോട് നമ്മൾ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക എന്നുള്ള ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുള്ളൂ. ദ മൊമെന്റ് വി ബിക്കം സ്ട്രിക്റ്റ്, അവർക്ക് അവരുടെ ലൈഫിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു അതോറിറ്റി ഫിഗറിനെ അവർക്ക് മനസ്സിലേക്ക് കയറി വരും. ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് ഒട്ടും പേടി ഞാൻ കണ്ടിട്ടില്ല. പണ്ടത്തെ കുട്ടികൾ കുറച്ച് പേടി ഞാൻ കണ്ടു, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പേടി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പേടിയില്ല എന്നുള്ളത്? ദേ ജസ്റ്റ് ടേക്ക് ഡിസിഷൻസ്. എന്നാൽ ഞാൻ പോവാം, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇറങ്ങാം. പണ്ടത്തെ ആൾക്കാർ എന്നാൽ ഞങ്ങളെ ഇത് ഹോൾഡ് ചെയ്യും, നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യും. ദേ ഡോണ്ട് കെയർ. ഒരു കെയർലെസ് കമ്മ്യൂണിറ്റി ആയിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി റൈറ്റ്, മേ നോട്ട് ബി. ഞാൻ എൻ്റെ ഒരു ഫീലിംഗ് പറഞ്ഞതാണ്. അപ്പോൾ ജോജി സാർ, എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ അനുഭവത്തിൽ നിന്ന് മാറി വരിക എന്നുള്ളതാണ്. മാറ്റപ്പെടാത്തത് മാറ്റം മാത്രമാണല്ലോ സാറേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സംഭവം. പിന്നെ കുട്ടികൾ എന്തായാലും ഒരു ഡെസ്പറേറ്റ് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ പലപ്പോഴും ഡിഗ്രി കോളേജുകൾ സംസാരിക്കുന്ന സമയത്ത് അവരൊരിക്കലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യില്ല. പക്ഷേ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു അവർ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് അവർക്ക് വിലയില്ല എന്ന് അവർ തിരിച്ചറിയാം. ആ സമയത്ത് ആ തിരിച്ചറിവിൽ നിന്ന് കിട്ടുന്ന ഒരു ഭവ്യത ഉണ്ട്, കുട്ടികളുടെ ഹ്യൂമിലിറ്റി ഉണ്ട്. ആ ഹ്യൂമിലിറ്റിയിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് നല്ല കുട്ടികളെ കിട്ടുന്നത്. ഈ സെയിം കുട്ടികൾ തന്നെയാണ് അവരുടെ അനുഭവത്തിന്റെ തീച്ചുളയെപ്പെട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ മറ്റു സൊല്യൂഷൻ എനിക്കറിയില്ല, അതാണ് സത്യം. സാറേ തുടർന്നോട്ടെ? ഓക്കെ, ശരി. അപ്പം നമ്മൾ തിരിച്ചു വരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഇന്ററാക്ട് ചെയ്തതിന്. ഈ 30% ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു നാഷണൽ സ്റ്റാൻഡേർഡാണ്. നമ്മുടെ നാട്ടിൽ ഒരു നാഷണൽ സ്റ്റാൻഡേർഡായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഈ പറയണേ 30%. 30%ത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങളെ സെൻറ്ററിനെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ വരുന്ന ഓരോ കുട്ടികളോടും നിങ്ങൾ കൃത്യമായിട്ട് ഫീസ് അടപ്പിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഇതും കഴിഞ്ഞ തവണ ഡിസ്കഷൻ വന്നു. ഞങ്ങൾ ഫീസ് അടപ്പിക്കുന്നത് നമ്മുടെ പണിയാണോ? ആ കിട്ടുന്ന ഫീസ് കൊണ്ടാണ് നമ്മുടെ സാലറി പലപ്പോഴും ഒരു സ്ഥാപനത്തിന് ഓണർ തരുന്നത്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് സപ്പോർട്ട് യുവർ സെൻറ്റർ. ആസ് എ ടീം മെമ്പർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നന്നായി പഠിപ്പിക്കുക എന്നുള്ളതും, ആ കുട്ടിയുടെ കൃത്യസമയത്ത് നിങ്ങൾ ഫീസ് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, ഫോളോ അപ്പ് ഒന്നും വേണ്ട, പക്ഷേ അവരോട് പറയേണ്ടതുണ്ട് ആ ഫീസ് ഒന്ന് കറക്റ്റ് അടച്ച് പോകണം കേട്ടോ എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്തോടെ നമുക്കുണ്ട്. പലപ്പോഴും തിരിഞ്ഞു നിൽക്കുന്ന ടീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴൊന്ന് ഫീസ് അടയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി പിന്തിരിപ്പനായിട്ടുള്ള ടീച്ചേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ്. കാരണം നിങ്ങൾ ഈ സെഷനിൽ ഇരിക്കുന്നത് നിങ്ങളിത് അറിയണം, നിങ്ങൾ അങ്ങനത്തെ ടീച്ചറാണ്, നിങ്ങൾ മാറണം. കാരണം ദ പീപ്പിൾ ഹൂ ഫീഡ് യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ യുവർ സെൻറ്റർ. ആ സെൻറ്റർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഉത്തരവാദിത്വം കൂടിയാണ് കേട്ടോ. ഓക്കെ, നൗ ടൈപ്സ് ഓഫ് ടീച്ചേഴ്സ്. ദർ ആർ ഗുഡ് ടീച്ചേഴ്സ്, ബാഡ് ടീച്ചേഴ്സ്, ബെറ്റർ ടീച്ചേഴ്സ് ആൻഡ് ബെസ്റ്റ് ടീച്ചേഴ്സ്. ഇതെല്ലാം ഉള്ളതാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. ദർ ആർ ബാഡ് ടീച്ചേഴ്സ്. ഐ ഹാവ് ഫൗണ്ട് വെരി ബാഡ് ടീച്ചേഴ്സ്. നമുക്കൊരിക്കലും അങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ച ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് പലപ്പോഴും ക്യാരക്ടർ വൈസ് ആവാം, സബ്ജക്ട് വൈസ് ആവാം. ഐ വാസ് ഓൾസോ എ ബാഡ് ടീച്ചർ. ആസ് എ ടീച്ചർ ഐ വാസ് ഓൾസോ എ ബാഡ് ടീച്ചർ.
ബട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ മറ്റുള്ള ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ, എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ, എൻ്റെ നല്ല അധ്യാപകരുടെ ടീച്ചേഴ്സ് അതായതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൊക്കെയാണ് ഐ ഹാവ് ബിക്കം എ ഗുഡ് ടീച്ചർ ഓർ എ ബെറ്റർ ടീച്ചർ. ഇപ്പോഴും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാൻ എനിക്ക് വയ്യ, ബട്ട് ഐ ഹാവ് ബിക്കം എ ബെറ്റർ ടീച്ചർ. എന്താ ഡിഫറൻസ് എന്ന് പറയാം. ആസ് എ ബാഡ് ടീച്ചർ യു ഡോണ്ട് കെയർ ഫോർ യുവർ സ്റ്റുഡൻസ്. കുട്ടികൾ വരുന്നു, അവരെ ബോറടിപ്പിക്കുന്നു, തിയറീസും ഹോംവർക്കും മാത്രം. നിങ്ങൾക്ക് അറിയുന്ന കാര്യം അതാണ്, നിങ്ങൾ എന്താണോ അറിയുന്നത് അതുപോലെ നിങ്ങൾ പഠിപ്പിച്ചു വിടണം. കുട്ടി ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഇനി അത് കൂടെ നിൽക്കുകയാണെങ്കിൽ സന്തോഷം, അത്രയേ ഉള്ളൂ. കെയർലെസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഏറ്റവും വലിയ ശാപം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. ദേ ഡോണ്ട് കെയർ ഫോർ ദ സ്റ്റുഡൻസ്. ആദ്യം മനസ്സിലാക്കേണ്ടത് പല കുട്ടികളും പല സിറ്റുവേഷനിലാണ് നിങ്ങൾ സെൻറ്ററിലേക്ക് വരുന്നത്. അതിലും മേ ബി ഒരു 20-30% ആൾക്കാർ വെൽ ഓഫ് ആയിരിക്കും. ബാക്കി 70% കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ സെൻറ്ററിൽ ഒന്ന് ഫീസ് അടച്ചേക്കുന്നത്. ഡു യു അഗ്രി വിത്ത് മീ ഫ്രണ്ട്സ്? ഒരുപാട് കുട്ടികൾ. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥാപനത്തിൻ്റെ കോൺവൊക്കേഷന് പോയിരുന്നു. അവിടുന്ന് ഒരു കുട്ടി കരയുമായിരുന്നു. പറഞ്ഞത് ഇതാണ്, അവരുടെ അമ്മ, അച്ഛന് വയ്യാതെ, ഹീസ് ലൈക്ക് ബെഡ് റിഡൺ ആണ്. അമ്മ പോയി ജോലി ചെയ്തിട്ടാണ് ഈ കുട്ടി പഠിക്കാൻ വരുന്നത്. എന്നിട്ട് ഈ കുട്ടി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ജോലിക്ക് പോവുക. അങ്ങനെ നമുക്ക് ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ സെൻറ്ററിൽ വന്ന് പഠിക്കുന്നുണ്ട്. സോ ഇഫ് യു ഡോണ്ട് കെയർ ഫോർ ദം, ഹൂ വിൽ കെയർ ഫോർ ദം? അവരെ നിങ്ങൾ കെയർ ചെയ്തില്ല, പിന്നെ അവരെ ആരെ കെയർ ചെയ്യാൻ വേണ്ടി പോകണം? അവരെ അവസാന കച്ചിത്തുരുമ്പാണ് നിങ്ങൾ. ആസ് എ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ, പ്ലീസ് ഡു റിമെമ്പർ ദിസ്. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ബോറിംഗ്, ഡോണ്ട് മേക്ക് ഇറ്റ് സ്ലീപ്പി. ഫസ്റ്റ് ദിവസം തന്നെ തിയറി നോട്ട് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത് നിർത്തണം പരിപാടി. ഡോണ്ട് ഗീവ് ദം നോട്ട്സ്. ഇന്ന മക്കളെ നോട്ട് ചെയ്തിരിക്കും. ഒരിക്കലും ഫസ്റ്റ് 2-3 ഡേയ്സ് ഒരു കാരണവശാലും നിങ്ങൾക്ക് നോട്ട്സ് കൊടുത്ത് തള്ളി വിടരുത്. അവരെ കൂടെ ഇരിക്കണം. ഫസ്റ്റ് 2-3 ഡേയ്സ് യു ഹാവ് ടു ബി ദെയർ വിത്ത് ദം. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു മെൻറ്ററായിട്ട് മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എ ഗുഡ് ടീച്ചർ ടീച്ചസ് ദെയർ സ്റ്റുഡൻസ് വെൽ ആൻഡ് ഗെറ്റ് ദം ക്വാളിഫൈ. നല്ല ടീച്ചറാണ് പറയുന്നത്, ഓക്കെ നന്നായി ഞാൻ പഠിപ്പിക്കും, കുട്ടികളെ സർട്ടിഫൈ ചെയ്ത് വിടും. ഇവിടെ ഉത്തരവാദിത്വം തീരുന്നു. അങ്ങനെയാണ് ഒരു ബെറ്റർ ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈസ് മോർ ദാൻ ദിസ്. എ ബെറ്റർ ടീച്ചർ അട്രാക്ട് സ്റ്റുഡൻസ്. അയാളെ ചോദിച്ച ആൾക്കാർ വരും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾക്കൊരു ലക്ഷ്യം വെക്കണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ലക്ഷ്യം വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അതാണ് ലക്ഷ്യമായി വെക്കാവുന്നത്. ഓക്കെ, റഷീദ് സാറിൻ്റെ പേരിൽ ആൾക്കാർ ചോദിച്ചു വരിക, നജ്മ മിസ് പഠിപ്പിക്കുന്ന സെൻ്ററാണോ നിങ്ങളെ ചോദിച്ചു വരിക. നിങ്ങളുടെ പേര് ചോദിച്ചു വരുന്ന തരത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരിക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ബിക്കോസ് യു ആർ ഗോയിങ് ടു ഗ്രോ, നോട്ട് ജസ്റ്റ് ദി സെൻറ്റർ. നിങ്ങൾ വളരും, നിങ്ങളുടെ സെൻറ്ററും വളർന്നോളൂ. യു ജസ്റ്റ് കെയർ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് ടീച്ച് ദം റിയലി വെൽ. എൻഗേജ് ദം പോസിറ്റീവ്ലി. കുട്ടികളെ ഏറ്റവും കൂടുതൽ, ഞാൻ ഒരു ക്ലാസ്സിൽ പോയി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. നല്ല പ്രായമുള്ള ആൾക്കാരാണ് കുട്ടികൾ, എന്നുള്ള ചെറിയ കുട്ടികളൊന്നും കൺസിഡർ. വലിയ ആൾക്കാരാണ്. അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. കുട്ടികൾ തമ്മിൽ പരസ്പരം ക്ലാസ്സിലിരുന്ന് പിയർ ടു പിയർ ഡിസ്കഷൻസ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലാസ് എൻഗേജ്. ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞ് കൈയടിച്ച് പോകുന്ന, ഹൈഫൈ കൊടുത്ത് പോകുന്ന കുട്ടികളെ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഇറങ്ങി പോകുന്ന സമയത്ത് ആവിയിട്ട് തീരെ ക്ഷീണിച്ച് പോകുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഹൂ മേക്സ് ദ ഡിഫറൻസ്? ദ ടീച്ചേഴ്സ് ഡസ്. നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് കറക്റ്റ്, നിങ്ങൾ ചെയ്യുന്നതാണ് കറക്റ്റ്. ബട്ട് പ്ലീസ് ഡു ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ ദാറ്റ് ദർ ആർ ബെറ്റർ ടീച്ചേഴ്സ് ഔട്ട് ദെയർ. ആസ്ക് ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ്, ആം ഐ ഡൂയിങ് ഗുഡ്, ആം ഐ ദി ബെസ്റ്റ്? ഗെറ്റ് ദം ക്വാളിഫൈ വെൽ. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ സെൻറ്ററിൽ പഠിച്ചിറങ്ങി 6 മാസം 1 വർഷം പഠിച്ചിറങ്ങി അവർ പോകുന്ന സമയത്ത് അവരുടെ സർട്ടിഫിക്കറ്റിൽ കാണുന്ന ഗ്രേഡ് C ആണ്. അവരുടെ ഒരു വേദന ആലോചിച്ചു. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കും അവർ പഠിപ്പിച്ചിട്ടുണ്ടാവുക, പക്ഷെ അവർ കിട്ടുന്ന ക്വാളിഫിക്കേഷൻ ആക്ച്വലി ബേൺസ് ദെം. അവർ ആ സർട്ടിഫിക്കറ്റ് എവിടെയും കാണിക്കില്ല. സോ ഓക്കെ, പല സെൻറ്ററുകളിലും നമ്മൾ ഫുൾ A+ കൊടുക്കുന്നത് അതും തെറ്റാണ്. ദാറ്റ്സ് ഓൾസോ നോട്ട് റൈറ്റ്. പക്ഷേ ഗിവ് ദം ഒരു ഡീസൻറ്റ് മാർക്ക് കിട്ടുന്നവരെ അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, ഒരു ബെസ്റ്റ് ടീച്ചറിൻ്റെ ഒറ്റൊന്നുകൂടി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്നറിയോ? ദേ ഓൾസോ ഹെൽപ്പ് ദം ഗെറ്റ് പ്ലേസ്ഡ്. പലപ്പോഴും ഞാൻ ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരെ പ്ലേസ് ചെയ്യാൻ എനിക്ക് തന്നെ ജോലി കിട്ടണം, എന്നിട്ടാണോ അവരെ ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിൻ്റെ. നമുക്ക് പോലും കോൺഫിഡൻസ് ഇല്ല നമുക്കൊരു നല്ല ജോലി കിട്ടും എന്നുള്ളത്. ഇതൊരു വലിയ ഫാക്ടറാണ്. പക്ഷേ ആസ് എ ടീച്ചർ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലേൺ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഇൻഡസ്ട്രി. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയാനുള്ള ഒരു ബേസിക് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് പറയുന്നതാണ് ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻസ്. CII പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, നാസ്കോം പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ ടീച്ചേഴ്സിന് മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഈ പുതിയ അറിവുകളാണ് നിങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. അതല്ലാതെ നിങ്ങളെ അറിവ്, നിങ്ങൾ പഠിച്ചെടുത്ത അറിവുകൾ മാത്രമല്ല. ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അങ്ങനെ ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് നിങ്ങളെ സ്പെഷ്യലാക്കി മാറ്റുന്നത്. ആർ യു വിത്ത് മീ? ഈ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ചെയ്യുന്ന എത്ര ടീച്ചേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്? Can you raise your hands? Good.
യെസ് ഇല്ല എങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ദാറ്റ് മേക്സ് യു എ സ്പെഷ്യൽ ടീച്ചർ. ഇന്ന് കേരളം കണ്ടത് ഏറ്റവും നല്ല ടീച്ചറായിട്ട് നിങ്ങൾക്ക് മാറാൻ ഇതാണ് ഏറ്റവും നല്ല അവസരം. ഇൻഡസ്ട്രി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടീച്ചറായിട്ട് മാറുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും പറയാറുണ്ട് അക്കാഡമി ഇൻഡസ്ട്രി സ്കിൽ ഗ്യാപ്പ്, ദാറ്റ് ഇസ് ദെയർ, ഇറ്റ് ഇസ് ദെയർ. അതൊരു സത്യമാണ്. ആ സത്യമായി നിൽക്കാനുള്ള റീസൺ പലപ്പോഴും ടീച്ചേഴ്സാണ്. നമ്മൾ ആ ബ്രിഡ്ജ് ആവാത്തത് കൊണ്ടാണ്. ഓക്കെ, സാറേ സാർ ഇത് പറയുമ്പോഴേ ആ പറയൂ. ഓ സാറേ പറഞ്ഞോളൂ, കേൾക്കാം. ജോജി സാർ മ്യൂട്ടായി പോയിട്ടുണ്ടേ, സാർ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, സാറിന് എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സാറ് സംസാരിച്ചോളാം, എപ്പോഴാന്ന് വെച്ചാൽ സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. Okay, so as a wow teacher, very important stuff is basically you value them, care for them, care for the money they spend, care for their dreams, and care for our nation. കാരണം നമ്മൾ ഓരോ തവണ ഒരു കുട്ടിയെ പഠിക്കുന്ന സമയത്ത് മാക്സിമം പഠിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ, ജോലി കിട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യു ഡു ടു തിങ്സ്. ഒന്ന്, അവരുടെ ഫാമിലി മാറ്റം വരുന്നു. രണ്ട്, ആസ് എ നേഷൻ വി ആർ കോൺട്രിബ്യൂട്ടിങ്. ഇത് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അൺലെസ് യു സീ ദ ഡിഫറൻസ് ദാറ്റ് യു ബ്രോട്ട് ടു സമ്മൺസ് ലൈഫ്. ചില കുട്ടികളുടെ നമ്മൾ വന്നതുകൊണ്ട് അവരുടെ ലൈഫ് മാറിയത് കാണുമ്പോൾ നമ്മളെ മനസ്സ് നിറയും. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടൻറ്റ്. മനസ്സിനറിയുമ്പോളേ ഓ സാറേ പറയും. നമുക്ക് മനസ്സിനറിയുന്നു എന്നുള്ള സന്തോഷമല്ലാതെ നമുക്ക് ഇത് റൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെ എങ്ങനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഓക്കെ സാറേ, ഇതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറയുന്ന സമയത്ത് അതൊരു ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി ആണ് ടു മേക്ക് യുവർ സെന്റർ പ്രോഫിറ്റബിൾ. അതിന് പല റീസൺസ് ഉണ്ടാവും. യുവർ ലൊക്കേഷൻ, ദ കോഴ്സസ് ദാറ്റ് യു ഡെലിവർ, ദ വേ ദാറ്റ് യു ഡെലിവർ, ദ സ്റ്റുഡൻറ് ദാറ്റ് യു ഡെലിവർ. നമ്മൾ ഈ സ്റ്റുഡൻസിനെ മാക്സിമം 75% നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് ചില നിർബന്ധ ബുദ്ധികളുണ്ട്. നമ്മൾ എത്തിക്സ് വിട്ട് ഉള്ള ഒരു കാര്യം ചെയ്യാൻ ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. അത് സാർ ആദ്യമേ പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് വളയാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ സാറേ? ഒന്നുകിൽ അവര് മാറണം. അല്ല പിള്ളേർ വന്നിട്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം ഇന്ന് ഇത് തന്നെയാണ്. കാര്യം നമ്മള് പിള്ളേരുടെ ഇഷ്ടത്തിന് പൊക്കോളാമെങ്കിൽ സ്ഥാപനം ഓടും. അവിടെ ഈ പറയുന്ന ഈ ഗ്രേഡ് ഒന്നും കൊടുക്കുന്നത് ചുമ്മാത് കൊടുക്കുവാണ്. അവരെ ഇവാലുവേറ്റ് ചെയ്തിട്ടൊന്നും അല്ല ഒരു സ്ഥാപനങ്ങളിൽ ഈ സംഭവം നടക്കുന്നത്. ഞാൻ സീഡിറ്റിന്റെ സെന്റർ ചെയ്ത ആളാണ്. ആ സമയത്ത് സീഡിറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, പിള്ളേരെ പാസ്സാക്കത്തില്ലായിരുന്നു. നമ്മൾ ഈ പ്രോബ്ലം ഉന്നയിക്കുമ്പോൾ അവര് എഗ്രി ചെയ്യത്തില്ല. പക്ഷെ ഇപ്പൊ അവര് നേരെ തിരിഞ്ഞു, നമ്മൾ സീഡിലൊക്കെ വിട്ടിട്ട് പോയി. പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി പിള്ളേരെ ജയിപ്പിച്ചാലേ അഡ്മിഷൻ കിട്ടുമെന്ന്. അപ്പൊ ഇതിനകത്ത് വാല്യൂ ഇല്ലല്ലോ. സർ, ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഇതിപ്പോ പറഞ്ഞ ചിലപ്പോ സ്ഥാപനത്തിന്റെ പേര് പോലും പറയേണ്ടതില്ലായിരുന്നു. കുഴപ്പമില്ല സാറേ, ഇതൊരു പേടിയൊന്നുമില്ല. ഞാനത് പിണറായി വിജയൻ സാറിന് പോലും ഞാൻ കത്തെഴുതി കൊടുത്താ. അതുകൊണ്ട് എനിക്കത് ശരി. തുടർന്ന് നമ്മൾ ഈ സംസാരിക്കാൻ ഒതുങ്ങാത്തൊരു സബ്ജക്റ്റാ. അതെ, അതാണ് സംഭവം. അതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് അതിനൊരു പ്രതികരണം തരാൻ സാധിക്കാത്തത്. ഞാൻ പ്രാക്ടിക്കലി ഒരു 2-3 സെന്ററിന് പ്രാക്ടിക്കലി ഞാൻ മെന്ററിങ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും. ഐ സ്റ്റിൽ മെന്റർ ഫോർ ദം. ആഴ്ച 2 തവണ ഞാൻ അവർക്ക് മീറ്റിംഗ് ഇപ്പോഴും ടീച്ചേഴ്സായിട്ട് ഇരിക്കാറുണ്ട്. നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളിൽ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, സാറുമായിട്ട് എപ്പോഴെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുമോ? ഓ സാറേ, കിട്ടാണ്ട് എന്താ. സാറിന്റെ അക്കൗണ്ട് ഹെഡ് ചെയ്യുന്ന ദിവ്യ മാം അല്ലേ? മാഡമായിട്ട് സംസാരിച്ച് നെക്സ്റ്റ് വീക്ക് ഡേറ്റ് എടുത്തോളൂ സാർ. ഓക്കെ സാർ, എൻ്റെ ഒരു കസ്റ്റമർ കൂടിയാണ്. നമുക്ക് 1-2 പ്രൊഡക്ട്സ് ഉണ്ട്, ഈ അക്കൗണ്ടിങ്ങിന്റെ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ സാർ അത് വാങ്ങാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് സാറിനെ പരിചയം. ഓക്കെ, സോ തിരിച്ചിതിലേക്ക് വരാം. ബെസ്റ്റ് ഗ്രൂം ടീച്ചർ. പലപ്പോഴും ഞാൻ ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, ഡ്രസ് ഫോർ വാട്ട് യു വോണ്ട് ടു ബി. നിങ്ങൾക്ക് എന്താവണം എന്ന് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ ഡ്രസ്സപ്പ് ചെയ്യണമെന്ന് പറയാറുണ്ട്. സോ ഓൾവേസ് ഡ്രസ്സപ്പ് യുവർ ബെസ്റ്റ്, ഇൻക്ലൂഡിങ് മെനി തിങ്സ്. നിങ്ങളെ പേഴ്സണൽ ഹൈജീൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു ടീച്ചറിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് റെസ്പെക്ട് വരണം. അത്തരത്തിൽ ഡ്രസ്സപ്പ് ചെയ്യുക, അത്തരത്തിൽ സംസാരിക്കുക എന്നുള്ളത് ഒരു ടീച്ചർ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, പലപ്പോഴും ടീച്ചേഴ്സാണ് ഇപ്പോഴത്തെ വലിയ സ്ഥാപനങ്ങളുടെ ഫേസ് ആയിട്ട് മാറാറുള്ളത്. ഓക്കെ, അതുപോലെ ഫേസ് ആക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കാലിബറുള്ള ടീച്ചറായിട്ട് മാറുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സീ യുവർ പ്രൊഫഷൻ വെരി വെരി സീരിയസ്. പലപ്പോഴും ടീച്ചേഴ്സ് പറയുന്നത് ഇതിൽ ഭാവിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഐ ആം പേയിങ്, ഞാൻ മാസ്റ്റർ ട്രെയിനേഴ്സിന് പെർ അവർ കൊടുക്കുന്നത് 1500-2000 റുപ്പീസാണ്. ആ ലെവലിലേക്ക് വരെ വളരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ
പണ്ട് ആ സ്ഥാപനത്തിൽ വർക്കുന്ന സമയത്ത് 5,000 രൂപ 6,000 രൂപ സാലറി ആണെങ്കിൽ ഇന്ന് ഞാൻ സാലറി അല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് ആയിട്ട് ഐ എം ഏർണിംഗ് ലോട്ട് മോർ മണി, മെനി എക്സ് മണി, ഓൺലി ബിക്കോസ് ഐ കീപ്പ് ഓൺ ലേണിംഗ് ഓർ കീപ്പ് ഓൺ ആഡിങ് വാല്യൂ ടു മൈസെൽഫ് എന്നുള്ളതാണ്. എപ്പോഴാണോ നമ്മൾ ആ ഉത്തരവാദിത്തം എടുക്കുന്നത്, ദ മൊമെന്റ് വി ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി, അതായത് എപ്പോഴാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ കിട്ടുമെന്നാണ്. ആസ് എ ടീച്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾ എപ്പോഴാണ് ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് കുട്ടികളിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ ആ സ്ഥാപനം നിങ്ങളെ വാല്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് നിങ്ങൾക്ക് വാല്യൂ കൂട്ടാൻ ഒറ്റ മാർഗ്ഗമുള്ള നോളജും നിങ്ങളെ സോഫ്റ്റ് സ്കിൽസും നിങ്ങളെ ഹാർഡ് സ്കിൽസും. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ നിങ്ങളെ പ്രാവീണ്യമാണ്. ഓക്കെ, സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് അത് അവതരിപ്പിക്കുന്ന രീതിയാണ്. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ തുല്യമായിട്ട് നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്, എനിക്ക് എല്ലാവരും നിങ്ങൾ ചാറ്റിലേക്ക് അടിക്കേണ്ടതുണ്ട്, നിങ്ങളുടെ കഴിവിൻ്റെ എത്ര ശതമാനം നിങ്ങൾ സെൻറ്ററിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആ പെർസെൻറ്റേജ് ചാറ്റിലേക്ക് ഇടേണ്ടതുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു സീ. ഓക്കെ ഓക്കെ, എത്ര ശതമാനം എന്നാണ് ചോദ്യം. ആരും ടൈപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ ഡയറക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. നമ്മൾ മാത്രം കണ്ടാൽ മതി, വേറെ ആരും ഇല്ല. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, 100%, കുറേ 100% കാണുന്നുണ്ട്. സോ ഹാപ്പി ടു സീ ദിസ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ ഒരാൾ പോലും 100% നൽകുന്നില്ല. നിങ്ങൾക്ക് 100% നൽകാനാവില്ല. കാരണം 100% നൽകി കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു. എനിക്ക് ഉറപ്പാണ് ഇപ്പോഴും മേരി ശാലിനി മിസ്സിന് ഇനിയും വളരാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. ശരിയാണോ മിസ്സേ? മിസ് ഇതുവരെ വളർന്നു കഴിഞ്ഞിട്ടില്ല. സർ നമ്മൾ ഇലാസ്റ്റിക് ആണേ. ഈ 100% നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യില്ല. നമ്മൾ 100 എത്തുമ്പോൾ വീണ്ടും കുറച്ച്, അപ്പൊ നമ്മൾ 100% വീണ്ടും വരുന്നത്. ഈ 100% ഒരിക്കൽ നിങ്ങൾ ഞങ്ങൾ എത്തിയ achieve വളർച്ചയിൽ ചെയ്യുമെന്ന് ഞാൻ ദൈവത്തോട് 100% ആണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുത്തിട്ടുള്ളത്. യു ഷുഡ് നെവർ നിന്ന് പോകും. സർ എന്താ മിസ്സേ? ഞങ്ങൾക്ക് എന്താ മിസ്സിനോട് സാറ് പറയോ? പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരുപാട് വളരാനുണ്ട്. അത് ഞങ്ങൾ 100% അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എത്തിയ വളർച്ചയില് അതിന്ന് 100% ഞങ്ങൾ സെന്ററിനും അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻസിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് അതെനിക്ക് 100% പറയാൻ പറ്റും. അങ്ങനെ ചിന്തിക്കരുത്, ഇനിയും ഉണ്ടെന്ന് ചിന്തിക്കൂ. അല്ല, ഞാൻ പറഞ്ഞത് വളരാൻ നമ്മളുണ്ട്. പക്ഷെ നമ്മൾ വളർന്നതിൽ നിന്ന് നമ്മൾ ഒത്തിരി പോലും പിശുക്കാതെ നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. എങ്കിലും മേക്ക് ഇറ്റ് 90%. ഇനിയും എനിക്ക് എന്താ കൊടുക്കാനുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരാനുള്ള സ്പേസ് വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു സൈക്കോളജിക്കൽ ഷിഫ്റ്റ് ആണ്. ഇറ്റ് ഇസ് നോട്ട് ഈസി. ഞാൻ എൻ്റെ 100% കൊടുക്കുന്നുണ്ടെന്ന് കരുതിയാൽ ഏതൊക്കെ രീതിയിൽ ഞാൻ 100% കൊടുക്കുന്നുണ്ടെന്ന് വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കാം. അത് അക്കാഡമിക്കലി ആണോ, അല്ല സ്കോളാസ്റ്റിക്കലി ആണോ, അതല്ല നിങ്ങളുടെ ടൈമാണോ, നിങ്ങളുടെ എഫേർട്ടാണോ, നിങ്ങളുടെ സ്മാർട്ട് വർക്ക് ആണോ, നിങ്ങളുടെ നോളജ് ആണോ, എവിടെയാണ് നിങ്ങൾ 100% കൊടുക്കുന്നത്? ആസ്ക് അഗെയിൻ, ഗോ ഡീപ്പർ അൺടിൽ യു ഫൈൻഡ് എ 90%. എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഹാർഡ് സ്കില്ലാണോ, സോഫ്റ്റ് സ്കില്ലാണോ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലാണോ, കുട്ടികളെ പ്ലേസ്മെന്റ് സപ്പോർട്ടിലാണോ, എന്തിലാണ്, ആസ് എ ടീം വർക്കറിലാവുന്നതിലാണോ? എവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആക്കാൻ കഴിയില്ല. നമ്മൾ പൂർണ്ണൻ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് പറഞ്ഞൊരു വാക്കാണ്. സോ നെവർ ബി 100% എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ക്ലിയർ ആണോ? ഞാൻ ടീച്ചേഴ്സിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, യു ക്യാൻ നെവർ ഡെലിവർ 100%. ഓക്കെ, എങ്കിലും ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദാറ്റ് യു ഗിവിംഗ് 100%, ഐ കൺഗ്രാജുലേറ്റ് യു. നിങ്ങളുടെ ആത്മാർത്ഥനെ ഞാൻ ഒരുപാട് പ്രശംസിക്കുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. നിങ്ങളെ സെൻറ്റർ ഇസ് വെരി വെരി ലക്കി ടു ഹാവ് യു. ഓക്കെ ആണോ? ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? മിസ്സേ കിട്ടിയോ? കണക്ട് ആയോ? ഓക്കെ, ഗുഡ് ഗുഡ്. പേ കംസ് ആഫ്റ്റർ വർക്ക് ആൻഡ് ദ പേർ ഇസ് നോട്ട് എ ഡയറക്ടർ. പലപ്പോഴും കാണാറുണ്ട്. എൻ്റെ ടീമിൻ്റെ അകത്ത് ഞാൻ അന്ന് അക്കാഡമിക് ഹെഡാണ് ആ സ്ഥാപനത്തിൽ. എൻ്റെ ടീമിൽ 14 പേരുണ്ടായിരുന്നു. അപ്പോൾ പേര് പറഞ്ഞ് ആഗ്രഹിക്കുന്നത് നല്ല പയ്യൻ, നല്ല നല്ല എനർജറ്റിക് ആയിട്ടുള്ള പയ്യനാണ്. നല്ല സ്കോളാസ്റ്റിക് സ്കില്ല്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള പയ്യനാണ്. വന്ന ഒരു 3 മാസം അതിഭീകരമായ വർക്കായിരുന്നു. എൻ്റെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ അവാർഡ് നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാ മാസവും. കൺസിസ്റ്റൻ്റ് ആയിട്ട് 3 മാസം അവാർഡ് കിട്ടി. പിന്നെ നോക്കുമ്പോൾ ഒരിക്കലും അവാർഡ് കിട്ടുന്നില്ല. 3 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞ്, 9 മാസം കഴിഞ്ഞ്, 12 മാസം കഴിഞ്ഞു. പുറകോട്ട്. അങ്ങനെ ഞാൻ വിളിച്ചു, എന്താ മോനെ നിന്റെ സിറ്റുവേഷൻ, എന്താ പറ്റിയത് നിനക്ക്? അപ്പം എന്നോട് പറഞ്ഞു,
സാറേ സാലറി എനിക്കിത് പോരാ. 3-ാം മാസം 3 പ്രാവശ്യം ഞാൻ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു. അതിനുശേഷം എൻ്റെ സാലറി കൂട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുള്ളൂ തീരുമാനിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ നീ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ യു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ. കാരണം യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. സ്ഥാപനത്തിന് നഷ്ടപ്പെടുന്നത് അവരുടെ പണമാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആയുസാണ്. ആർ യു വിത്ത് മീ? ആർ യു വിത്ത് മീ? യെസ് സർ. നിങ്ങൾ വളരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പേ ഇൻക്രീസ്, റിസൾട്ട് ഇൻക്രീസ്. ഒന്നുകിൽ നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ സ്ഥാപനം നിങ്ങളെ കൂടെ വളരും, അല്ലെങ്കിൽ യു ഔട്ട് ഗ്രോ യുവർ ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? പക്ഷെ ഗ്രോത്ത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ദ മൊമെന്റ് ഗ്രോത്ത് സ്റ്റോപ്സ്, യു ഡൈ ആസ് എ ടീച്ചർ. ആർ യു വിത്ത് മീ എവ്രിവൺ? ആർ യു വിത്ത് മീ? Yes, ഗുഡ്. sir. Yes, sir. ഓസം ഓസം. പഠനം നിർത്തിയാൽ നമ്മൾ തീർന്ന്. ആസ് എ ടീച്ചർ വി ആർ ഡൺ. ഓക്കെ, വി ആർ സ്കിൽ ബ്രിഡ്ജ്, വി ആർ ദ ജോബ് ക്രിയേറ്റേഴ്സ്. ഓക്കെ, നമ്മൾ ഏറ്റവും ഹൈലി സ്കിൽഡ് ആയിട്ട് ഒരാളായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും നല്ല പോസ്റ്റിനാണ് ദൈവം സാധിച്ച് ഇറങ്ങി വന്നിട്ടുള്ളത്. അവിടുന്ന് എനിക്ക് ഇറങ്ങി ഒരാൾ എൻ്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ മുകളിൽ എനിക്കുള്ള വിശ്വാസമായിരുന്നു. അന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ ഇന്നും ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ പെയർ ഇസ് നോട്ട് യുവർ ഡയറക്ടർ. മുകളിലിരിക്കുന്ന ആൾ പടച്ചോനാണ് നിങ്ങൾക്കുള്ള തരേണ്ടത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കണക്ക് ബുക്ക് വളരെ വ്യക്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല ഡീഡിനും ദർ ഇസ് എ പ്ലസ് മാർക്ക്, ആൻഡ് ദാറ്റ് വുഡ് ഡെഫിനറ്റ്ലി ബി റിവാർഡഡ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവത്തിൽ വിശ്വാസം അല്ലെങ്കിൽ പ്രകൃതിയിൽ വിശ്വസിക്കാം, എനർജിയിൽ വിശ്വസിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. ബട്ട് കർമ്മഫലത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നല്ല കർമ്മങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇറ്റ് ഷുഡ് കം ബാക്ക് ടു യു. ഓക്കെ, സോ ഡോണ്ട്, ഇപ്പോൾ ഡയറക്ടർ ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് അങ്ങനെ വിചാരിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. യു ഡെലിവർ യുവർ 100%. ഓരോ സമയം വരുന്ന സമയത്ത് ഗുഡ് തിങ്സ് ഹാപ്പൻ ടു യു, ആൻഡ് ദാറ്റ് ഡെഫിനറ്റ്ലി ഹാപ്പൻസ് ടു യു. ഓക്കെ, 19 വർഷമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്, അതുകൊണ്ട് ഐ ക്യാൻ വൗച്ച് ഫോർ ഇറ്റ്. ഓക്കെ, ഒരു സെക്കൻഡേ. ഓക്കെ, യാ, സോ ഗോയിങ് അഹെഡ്. ഓക്കെ, എനിക്ക് ഇനി എത്ര സമയം കൂടി ഉണ്ട്? അമിത മാം, എത്ര സമയമുണ്ട് എനിക്ക് മുമ്പിൽ, എൻ്റെ മുമ്പിൽ? അമിത, ആയുധേ, അമിത, ദിവ്യ, സെമിയ, ആരെങ്കിലും ഉണ്ടോ? Yes, sir, I am here. എത്ര സമയമുണ്ട് ഇനി എനിക്ക്? സമയം 2:30 ആയോ? 3:30 ആയോ? Sir, 3:30 3:30 ഷാർപ്പ് ആയിട്ടുണ്ട് സർ. എത്രയ്ക്ക് ക്ലോസ് ആവാ സെഷൻ? 3:45? ആ. ഓക്കെ, ഫൈൻ. സോ ഒരു 5 മിനിറ്റ് കൂടി നിങ്ങളെ പെർമിഷനോട് എടുത്തോടെ? 5 minutes more with your permission, everyone? Yes, sir. യെസ്, താങ്ക് യു. സോ ലെറ്റ് us work towards a വാവ്. ഇതുവരെ പറഞ്ഞതിന് മുകളിൽ നമ്മൾ ചെയ്യേണ്ട 5 പില്ലേഴ്സ് ആണ് വാവിന്റെ. ഒന്ന് ഹൈജീൻ ആൻഡ് റിട്ടയർ ആണ്. നിങ്ങളുടെ വ്യക്തി ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പലപ്പോഴും ടീച്ചറോട് പറയാൻ എനിക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. പല ആൾക്കാരുടെയും നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മളെ യാത്ര ചെയ്തു വന്ന് നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ, വി ഓൾ സ്മെൽ ബാഡ്. ദിസ് ഇസ് സംതിങ് ടു ബി ടേക്കൺ. നമ്മൾ കുട്ടികളുടെ അടുത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ ഹൗ വി സ്മെൽ. അപ്പോൾ സാർ സതീഷ് സാർ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. വി ഓൾ സ്മെൽ ബാഡ്. സോ പ്ലീസ്, നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഓരോ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പോയി മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകി, മുടിയൊക്കെ ചീകി, ഫ്രഷ് ആയിട്ടൊരു സ്മൈലിംഗ് ഫേസ് ആയിട്ട് ക്ലാസ് ഇരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. എസ്പെഷ്യലി യുവർ ഡ്രസ്, ഇറ്റ് മാറ്റേഴ്സ്. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എത്രത്തോളം നിങ്ങൾ അപ്ഡേറ്റഡ് ആണ്, നിങ്ങളുടെ കണക്ഷൻസ്, ഇതാണ് നിങ്ങളുടെ ആസ് എ ടീച്ചർ നിങ്ങൾക്ക് വാവ് ക്രിയേറ്റ് ചെയ്യാനുള്ള 5 കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, പറയാറുണ്ട് വായ കഴുകി നമ്മൾ പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പോകണമെന്നാണ്. കാരണം തൊട്ടടുത്ത് നമ്മൾ അത്ര അടുത്തിരുന്ന കുട്ടികൾ സംസാരിക്കുന്നുണ്ടാവാം. എവറിത്തിങ് മാറ്റേഴ്സ്. ഹൈജീൻ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ്. നിങ്ങളുടെ അറിവ് ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുക, കണക്റ്റഡ് ആയിരിക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ടൂളുകളാണ് ടീച്ചേഴ്സിനുള്ളത്. ഒന്ന് സിലബസ്, 2 CBT എന്ന ക്ലാസ് എടുക്കാനുള്ള പ്രസന്റേഷൻസ് ആണ്. ഇന്നത്തെ കുട്ടികൾ ഞാൻ കണ്ടിട്ടുള്ളത് ദേ വോണ്ട് ടു സീ വിഷ്വൽസ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് വിഷ്വൽസ് വെച്ച് ക്ലാസ് എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ എന്തെങ്കിലും സാമ്പിൾസ് വേണം, ഞാൻ അയച്ചു 1-2 സാമ്പിൾസ്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള പ്രസന്റേഷൻസ് നിങ്ങളുടെ സബ്ജക്റ്റിന് ഉണ്ടാക്കുക. അതേപോലെ അസൈൻമെന്റ്സ്, അവർക്കുള്ള വർക്ക് ബുക്സ്, വർക്ക്ഷോപ്സ്, പ്രൊജക്റ്റുകൾ, അസസ്മെന്റ്, ഇതെല്ലാം നിങ്ങൾ ഓരോ കോഴ്സിനുള്ളത് ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങൾ സെൻറ്ററിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ഇല്ല എങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഈ 5 ടൂൾസ് ഇല്ലാണ്ട് ആസ് എ ടീച്ചർ യു വോണ്ട് എക്സൽ. നിങ്ങൾ അടുത്ത ലെവലിൽ നിങ്ങൾക്ക് വളരാൻ വേണ്ടി സാധിക്കില്ല. ഇത് ഓരോന്നും ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അറിവാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ എവ്രിവൺ? ആർ യു വിത്ത് മീ എവ്രിവൺ? ഹലോ, യെസ്, ഗ്രേറ്റ്. Yes, sir. ഓക്കെ,
അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ സ്കില്ല് ഞാൻ പുലിയാണ്. പക്ഷെ പുലിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പഠിത്തത്തിനോടൊപ്പം തന്നെ നിങ്ങൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ PhD വരെയുള്ള ക്വാളിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്ത് എൻ്റെ സ്ഥാപനത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിഫൈഡ് ഞാനാണെന്നുള്ള എൻ്റെ വാശിയാണ്. ഇതുപോലെ ഒരു വാശി നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവട്ടെ. അതിനുള്ള നിങ്ങളെ തിരികെത്തിക്കാൻ ഞാൻ ഈ സെഷൻ ഉപയോഗിക്കുകയാണേ. നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിഫൈഡ് നിങ്ങളായിരിക്കണം. നിങ്ങളുടെ സെൻറ്ററിലെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളാണ്. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിഫൈഡ് നിങ്ങളായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ നാട്ടിലെ ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളായിരിക്കണം. ഈ ഒരു ഡ്രൈവ് നിങ്ങളുള്ള എപ്പോഴും വേണം. നേരത്തെ മിസ് പറഞ്ഞു, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഇനി അറിയുന്ന കാര്യങ്ങൾ ഞാൻ 100% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അറിയാത്ത കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ ആ തീ എന്ന് കെടുന്നുവോ അന്ന് നമുക്ക് ആ ലൈറ്റ് മറ്റുള്ളവർക്ക് കത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. സോ കീപ് ദാറ്റ് ലൈഫ്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, ഇൻഡസ്ട്രി കണക്ഷൻസ്. ഒരു ടീച്ചർ പോലും ശ്രമിക്കാത്ത കാര്യമാണ്. എനിക്ക് വളരെ വിഷമമുണ്ട് ഇത് പറയാൻ. പ്ലീസ്, എൻ്റെ റിക്വസ്റ്റ് ആണ്, ഇഫ് യു വോണ്ട് ടു ഗ്രോ, നോ വാട്ട് ഇൻഡസ്ട്രീസ്, എന്താണ് നിങ്ങളുടെ ഇൻഡസ്ട്രി ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബി എ ഗ്രേറ്റ് ടീം പ്ലെയർ. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരുടെയും കൂടെ ഒരേപോലെ നിൽക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്പെഷ്യൽ ആവാം, അല്ലാന്ന് പറയുന്നില്ല, പക്ഷേ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒരേപോലെ കൊണ്ടുപോകുക എന്നുള്ളതും കൂടി ആസ് എ ടീം പ്ലെയർ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ കുറേ ടീച്ചേഴ്സ് ട്രെയിനിങ് സെഷൻസ് ആണ്. ഇതൊക്കെ നമുക്ക് ഇടക്കൂടെ ഞാൻ എൻ്റെ ഇതുകൊണ്ട് സെല്ല് ചെയ്യുവാണ്. നമുക്ക് പവർ BI, അതേപോലെ അഡ്വാൻസ് എക്സൽ, SAP പോലുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഇഫ് യു വോണ്ട് ടു അപ്ഗ്രേഡ്, ഇതിൽ ഏതെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി സാധിക്കും. വി ആർ ഓൾ ഹിയർ ടു ഹെൽപ്പ് യു. ഇതേപോലെ എന്ത് ട്രെയിനിങ് വേണമെങ്കിലും നമ്മളെ സ്ഥാപനത്തിൽ ബന്ധപ്പെടാം. കാരണം നമ്മളൊക്കെ അറിയാവുന്ന ഒരൊറ്റ പണി സെൻറ്റേഴ്സിലേക്കുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ്. സോ വി ആർ ഓൾ ഹിയർ ടു സപ്പോർട്ട് യു. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് എത്ര അറിയാമെന്നുണ്ടെങ്കിൽ ഒരു സ്മൈലോട് കൂടി സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുന്നില്ല. ഗിവ് ദം എ സ്മൈൽ. കുട്ടികളെ വാംലി വെൽക്കം ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഷുഡ് ഫീൽ ദാറ്റ് ദേ ആർ വെൽക്കം. നിങ്ങളെ സ്ഥാപനത്തിലേക്ക് വരാൻ അവർക്ക് തോന്നണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ അറിവോ കഴിവോ ഒന്നും ഒരു പ്രശ്നമല്ല. ആൾക്കാർക്ക് ഇമ്പോർട്ടൻറ്റ് ഹൗ ദേ ഫീൽ എന്നുള്ളതാണ്. ഹൗ യു മേക്ക് ദം ഫീൽ എന്നുള്ളതാണ്. അവർ ഹാപ്പി അല്ല എങ്കിൽ അവർ തിരിച്ചു വരില്ല. ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ചും അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത് കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ കീപ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ്, എജൈൽ ആൻഡ് ബിവെയർ. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല മോനെ എന്ന് പറയുന്ന ഡ്രീം കില്ലേഴ്സ് ഉണ്ടാവും. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീ മിണ്ടാ അവിടെ പോയി ഇരിക്കുന്ന പറയുന്ന ലേസി സ്ലോട്ട്സ് എന്നാണ് പറയാറുള്ളത്. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഓൾ ദീസ്. ഇന്നും അതേ സ്ഥാപനത്തിൽ ടീച്ചറായിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. സെയിം പോസ്റ്റിലിരിക്കണേ, കൃത്യസമയത്തിന് വരും, കൃത്യസമയത്തിന് ഇറങ്ങിപ്പോവും, ഉള്ള സമയം മുഴുവനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ആൻഡ് ദ റിസെൻറ്റഡ്, ഇവിടെ നിന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെയൊക്കെ മതി. ഇങ്ങനെ മതി എന്ന് ചിന്തിക്കുമ്പോൾ സംഭവിക്കേണ്ടത്, യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്ലീസ് റിമെമ്പർ ദിസ്. യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. ദ ക്രാബ്, വളരാൻ സമ്മതിക്കാത്ത ആൾ, പിടിച്ചു വലിച്ച് താഴേക്ക് ഇടും. നീ ഇങ്ങോട്ട് വാ, നമുക്കൊരു ചായ കുടിച്ചുകൊണ്ട് വരാം. എവിടെയും കണക്ട് ആവുന്നുണ്ടോ? അത് ചിലപ്പോൾ നമ്മളാവാട്ടോ. ഞാനും ഈ ക്രാബായിരുന്നു, ഞാനും ഈ പറഞ്ഞ ലേസി സ്ലോത്ത് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. എന്നിട്ട് അതിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇറ്റ് ഇസ് യുവർ ലൈഫ് ആൻഡ് ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി. കീപ് ലേണിംഗ്, ബി ഡിസിപ്ലിൻഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എൻ്റെ കലണ്ടേഴ്സ് ആണ്, എൻ്റെ ഫോണിലുള്ള അലാംസ് ആണ്. ഏകദേശം 10-12 അലാംസ് ഒരു ദിവസം എനിക്കുണ്ട്. You may feel that it is a mechanical life, but I am happy about my discipline. Okay? Keep an open mind, have a great career path, and take care of your health. നമ്മൾ പറയാം സ്പിരിച്വൽ സൈക്കിൾ എന്നാണ് പറയാം. എന്തോട്ട് സ്പിരിച്വൽ സൈക്കിൾ എന്നാണ് പറയാം. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വേണമെന്നാണ്. ഞാൻ ഈ പ്രസന്റേഷൻ ഈ പറയുന്ന ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ സ്ലൈഡ് ഞാൻ അയച്ചു തരാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ടോ? ആർക്കാ വേണ്ടെന്ന് ചോദിച്ചാൽ മതി. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ലിങ്ക് തരാം. നിങ്ങൾക്ക് റെഫർ ചെയ്യണം, നിങ്ങൾക്ക് വീണ്ടും റെഫർ ചെയ്യാം കേട്ടോ. ഇറ്റ്സ് ഓൾ ഓപ്പൺ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഹാവ് റൈവൽസ്. നിങ്ങളുടെ സെൻറ്ററിലെ നിങ്ങളെക്കാൾ നന്നായി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ അവരെക്കാൾ മെച്ചപ്പെട്ടതാവാൻ വേണ്ടിയിട്ട് അവരെ നിങ്ങളെ ശത്രുവാക്കി മാറ്റുക എന്ന് പറയും. അടിപിടി കൂടുന്ന ശത്രു അല്ല, എ വേർത്തി റൈവൽ. ഞാൻ ആഗ്രഹിക്കാനാവുന്ന ഒരാൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കവച്ചു വെക്കാനുള്ള ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുവാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ആക്ഷൻ. ഇന്ന് നിങ്ങൾ അക്കാഡമിക് ഗോൾ 3 ഗോളുകൾ എഴുതുക. അക്കാഡമിക് ഗോൾ, ഇന്ന് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണ്, നാളെ അടുത്ത വർഷം നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റിനുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങളെ പേഴ്സണൽ ഗോൾ, എനിക്ക് ഇത്ര സാലറി വേണം. എൻ്റെ പ്രൊഫഷണൽ ഗോൾ, ഇത്ര ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കും. ഈ 3 ഗോളുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ 1 മണിക്കൂർ നിങ്ങൾ വേസ്റ്റ് ആക്കി. സോറി ടു സേ ദിസ്. ഇന്ന് നിങ്ങൾ പോകുന്നതിന് മുൻപ് ഈ 3 ഗോൾസ് എഴുതി വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ 1 മണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യില്ല. ഞാനല്ല, ദൈവം തമ്പരാൻ എന്ന് വിചാരിച്ചാലും പറ്റില്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് അതിലേക്കുള്ള വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. കരിയർ ടു ഹാപ്പിനെസ് എന്ന് പറയാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് വളരാൻ സാധിക്കുള്ളൂ. ആൻഡ് ഡോണ്ട് പ്രാക്ടീസ് ഓവർ പ്രാക്ടീസ്. നമ്മൾ വിരാട് കോഹ്ലിനെയൊക്കെ നമ്മൾ പലപ്പോഴും ആരാധിക്കാറുണ്ട്.
പറയാറുണ്ട് ബാക്കി എല്ലാ കളിക്കാരും ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹം സ്റ്റിൽ പ്രാക്ടീസിലായിരിക്കും എന്നുള്ളത്. എല്ലാ ബെസ്റ്റ് പ്ലേയേഴ്സ് ആർ ഓൾവേസ് പ്രാക്ടീസിങ്. ആർ യു പ്രാക്ടീസിങ് മൈ ഡിയർ ഫ്രണ്ട്സ്? ഇഫ് യു ആർ നോട്ട്, പ്ലീസ് ഡു പ്രാക്ടീസ്. നോ, പ്ലീസ് ഡു ഓവർ പ്രാക്ടീസ്. ഓക്കെ, സോ കംഫർട്ട് സോൺ കഴിഞ്ഞാൽ അടുത്ത ഫിയർ ആണ്. ഫിയർ കഴിഞ്ഞാൽ ലേണിംഗ് ആണ്. ലേണിംഗ് കഴിഞ്ഞാൽ ഗ്രോത്ത് ആണ്. ഇത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് പേടി വരുന്നുണ്ട്, അതിനർത്ഥം നിങ്ങൾ പുതിയ എന്തോ പഠിക്കാൻ വേണ്ടി പോകുകയാണെന്നുള്ളത്. നിങ്ങൾ ഇന്ന് സി പഠിപ്പിക്കുകയാണ്, സി പ്ലസ് പ്ലസ് പഠിക്കുക. VB ആണ് VB ഡോട്ടിനെറ്റ് പഠിപ്പിക്കുക. VB ഡോട്ടിനാണ് പൈത്തൺ പഠിപ്പിക്കുക. പൈത്തൺ ആണെങ്കിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് പഠിപ്പിക്കുക. പൈത്തൺ ഫുൾ സ്റ്റാക്ക് ആണെങ്കിൽ മീൻ സ്റ്റാക്ക്, മേൺ സ്റ്റാക്കിലേക്ക് പോവുക. ഡെവലപ്മെന്റ് ആണെങ്കിൽ വെബ് ആണെങ്കിൽ വെബ്, മൾട്ടിമീഡിയ, വാട്ട് എവർ സബ്ജക്ട് യു ടീച്ച്, ബി പ്രൊഫഷൻ ഇൻ ഇറ്റ്. ഏറ്റവും നല്ല ടോപ്പിക് പഠിച്ചുകൊണ്ട് എല്ലാ 3 മാസം കൂടുമ്പോൾ പുതിയൊരു സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അത് പറഞ്ഞപ്പോഴാണ് ഐ എം ടീച്ചിങ് എ ന്യൂ കോഴ്സ്, AI ഫോർ ടീച്ചേഴ്സ് എന്ന കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. വി ആർ ഗിവിംഗ് ഇറ്റ് ഓൾമോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് പോലെ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സാണ്. നിങ്ങളുടെ ടീച്ചേഴ്സ്, ഇവിടുത്തെ കോർഡിനേറ്റേഴ്സിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഫെബ്രുവരി 28 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇറ്റ്സ് എ 6 hours കോഴ്സ്. ടീച്ചേഴ്സിന് വേണ്ട AI പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. ഐ എം ടീച്ചിങ് ഇറ്റ് ബിക്കോസ് ഐ ലവ് ടീച്ചിങ്. അതുകൊണ്ട് ഐ എം ഗെറ്റിംഗ് ഇൻ ടു ദിസ്. സോ വി നീഡ് ലോട്ട് ഓഫ് കമ്പാഷനേറ്റ് ലീഡേഴ്സ് ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, സോ അവർക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബി എ പാർട്ട് ഓഫ് ഓൾ ഗുഡ് ഇനീഷ്യേറ്റീവ്സ്. നിങ്ങളുടെ സെൻറ്ററിൽ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുവാണെങ്കിലും പ്ലീസ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. കാരണം ഐദർ യു ക്യാൻ ഗോ ത്രൂ യുവർ കരിയർ ഓർ ഗ്രോ ത്രൂ യുവർ കരിയർ എന്നാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറോട് നടന്നു പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളർന്നു പോകാം. ഈ 2 ഓപ്ഷൻസ് നമുക്ക് ഓരോ ആൾക്കാർക്കും ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു വോണ്ട് ടു സീ യുവർ സെൽഫ് ഇൻ 2028? 2028 ഇതേപോലെ സെഷൻ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അന്ന് നിങ്ങൾ എവിടെയാണ് കാണുന്നത്? വേർ ഡു യു വോണ്ട് ടു സീ യുവർ സെൽഫ്? അത് ഇന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് 3 ഗോൾസും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് സെഷൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ കാണുന്ന എൻ്റെ എന്ത് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ പോളിസീസും ഞാൻ ചെയ്തത് കൊണ്ട് ഞാൻ പറയണതാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ച് ഇതിൽ മുന്നോട്ട് പോകാം. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സാത്താൻ ഇരിപ്പുണ്ട്. ഒരിക്കൽ നിങ്ങളെ മാറാൻ സമ്മതിക്കാത്തൊരു സാത്താൻ. 2 തോളിൻ്റെ വശം. ഇതൊക്കെ മതി മേരി മിസ്സ എന്ന് പറഞ്ഞ ഒരാളുടെ ഇപ്പുറം. മറ്റൊരാളുടെ മേരി മിസ്സ നിങ്ങളിതൊന്നുമല്ല, യു ആർ സംതിങ് ബെറ്റർ, യു ആർ സംതിങ് ബിഗ് എന്ന് പറയുന്ന ഒരാളുണ്ട് നിങ്ങളുള്ളിൽ. ഈ 2 പേര് എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആരെ നിങ്ങൾ കേൾക്കുന്നുവോ അവർ ശക്തരായിക്കൊണ്ടേയിരിക്കും. Okay, so thank you so much. Love you all. Thank you so much for being here. I would really appreciate if some of you can share a video feedback on the classes. I hope it was helpful. One or two ആൾക്കാർ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ I'll be grateful. Thank you so much and over to you. ഹലോ സർ, ഞാൻ സുരേഷ് ഒറ്റപ്പാലം. ഓ സർ, പറയൂ സർ. നല്ലൊരു സെഷൻ. ഞാൻ എൻ്റെ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസിൽ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അതാണ് സാറ് പറഞ്ഞത്. എനിവേ, വെരി ഗുഡ് സെഷൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ദ ഫീഡ്ബാക്ക്. ചാറ്റ് ഇടുന്നതിനും താങ്ക് യു സോ മച്ച്. സെഷൻ ഓട്ടോമാറ്റിക് എൻഡ് ആവും. 6 മിനിറ്റ് കൂടി ഉള്ളൂ, അതിനുള്ള എൻഡ് ആവും കേട്ടോ. അതിന് മുമ്പ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. എനിക്കറിയാവുന്നതാണ്. ഐ എം സോ ഹാപ്പി ടു ഷെയർ വാട്ട് എവർ ഐ നോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ടീച്ചേഴ്സിനോ ഡയറക്ടേഴ്സിനോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. സർ, ഇതുപോലത്തെ ഒരു സെക്ഷൻ ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓ മിസ്സേ, വെക്കാലോ. നമ്മൾ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 months കൂടുമ്പോൾ സെയിം സെഷൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. കാരണം പുതിയ ടീച്ചേഴ്സ് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ സെൻറ്ററിൽ. സോ അവർക്ക് മോസ്റ്റ്ലി ഇതൊരു ഫ്രീ ബി സെഷനാണ്. നമ്മൾ പാർട്ട്നേഴ്സ് എല്ലാവർക്കും ഇത് ഫ്രീ ആണ്. പാർട്ട്നേഴ്സ് അല്ലാത്തവർക്ക് വി ചാർജ് എ വെരി നോമിനൽ ഫീ. ബിക്കോസ് ആ ഒരു വാല്യൂ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈസ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് ഒരുപാട് സെഷൻസ് ചെയ്യാറുണ്ട്. കൗൺസിലേഴ്സിനുള്ളത് ചെയ്യാറുണ്ട്, ഡയറക്ടേഴ്സിനുള്ളത് ചെയ്യാറുണ്ട്. സോ വി കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. Thank you so much for the suggestion. It gives us energy. Thanks. Power to you. Anything else? Friends, any further questions? എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നേ. നമുക്ക് 6 മിനിറ്റ് കൂടി ഇല്ലേ, സമയം വേസ്റ്റ് ആക്കണ്ട. നിങ്ങളുടെ ലൈഫിലുള്ള ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ. ലേണിംഗിൽ ടീച്ചിങ്ങിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ പറയാം. ആരൊക്കെ പുതിയ ഗോൾ സെറ്റ് ചെയ്ത് 3 ഗോൾസ് സെറ്റ് ചെയ്ത് എത്ര പേരുണ്ട്? Can I see your hands please? ഇല്ല എങ്കിൽ ഇന്ന് ഈ സെഷൻ നിങ്ങൾ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കണം. 5 മിനിറ്റ് അവിടെ ഇരുന്ന് ഈ 3 ഗോൾ എഴുതാതെ പോവരുത്. എൻ്റെ റിക്വസ്റ്റ് ആണ്. ദിസ് ഇസ് മൈ റിക്വസ്റ്റ് യു. അതർവൈസ് യു ആർ ഗോയിങ് ടു ലൂസ് യുവർ 1 hour ഓഫ് യുവർ ലൈഫ് ഫോർ നോ ഗുഡ്. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ലീവ് ദ സെഷൻ ബിഫോർ യു റൈറ്റ് ദീസ് 3 ഗോൾസ്. 3 ഗോളുകൾ എഴുതാണ്ട് ഒരു കാരണവശാലും അവിടെ നിന്ന് പോകരുത്. കാരണം പിന്നത്തേക്ക് നിങ്ങൾ ഒരിക്കലും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും. ചീത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ ചെയ്യും. ദാറ്റ്സ് ഹ്യൂമൻ നേച്ചർ. ഓക്കെ, യാ. സോ ഇഫ് ദർ ആർ നോ ഫർദർ ക്വസ്റ്റ്യൻസ്, വേറെ ആർക്കും എന്താ പറയാനുണ്ടോ? ഫീഡ്ബാക്സ്, എനി ഫീഡ്ബാക്ക്? താങ്ക് യു അശ്വതി, താങ്ക് യു. യാ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഫീഡ്ബാക്സ്. താങ്ക് യു സോ മച്ച്.
ഞാൻ കൊച്ചിയിൽ ഒരു ലൈവ് സെഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഫോർ ദ ടീച്ചേഴ്സ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്. സീ ഹൗ ഇറ്റ് ഗോസ്. എനി ഫീഡ്ബാക്ക്, എനി ടീച്ചേഴ്സ്? ആരൊന്ന് സംസാരിക്കാമോ? ഒരാൾ കൂടി. ഐ വിൽ ബി ഹാപ്പി ഇഫ് സമ്മൺ സ്പീക്സ്. സോറി. സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. ജോർജ് സാർ. കേൾക്കത്തില്ലേ? ഓ, ജോർജ് സാറാണോ സാറേ? അതെ, ഓക്കെ. താങ്ക് യു സോ മച്ച് സർ. സാർ നല്ല പറയുന്നത് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. നമുക്കത് എപ്പോഴേലും പേഴ്സണൽ ആയിരുന്നു നമുക്ക് ഡിസ്കസ്. ഇരിക്കാം സാറേ. 1-to-1 ഇരിക്കാം. ഓക്കെ, താങ്ക് യു. റൈറ്റ് സർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവറി വൺ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, നല്ലൊരു കരിയർ നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.